മൂവ് ചെയ്യുന്നുണ്ടോ അല്ലേ എന്ന് പറയണേ. മൂവ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചിരുന്നത് BPCC 101 യൂണിറ്റ് 2 ആയിരുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് യൂണിറ്റ് 3 ആണ്. ഓക്കെ, യൂണിറ്റ് 3 നമുക്ക് പഠിക്കാനുള്ളത് അണ്ടർസ്റ്റാൻഡിങ് പെർസെപ്ഷൻ ആൻഡ് സെൻസറി പ്രോസസ്സിംഗ് എന്നതാണ്. എന്താണ് പെർസെപ്ഷൻ, എന്താണ് സെൻസറി പ്രോസസ്സിംഗ് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കും. നിങ്ങൾക്ക് പരിചയമുണ്ടോ? കേട്ടിട്ടുണ്ടോ എന്താണ് പെർസെപ്ഷൻ എന്നത്, അല്ലെങ്കിൽ എന്താണ് സെൻസേഷൻ എന്ന് കേട്ട് പരിചയമുണ്ടോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കേട്ടിട്ടുണ്ടോ? പെർസെപ്ഷനെ കുറിച്ച് അറിയോ? ഓക്കെ, പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഹൗ വി ഇന്റർപ്രറ്റ് അവർ കോംപ്ലക്സ് വേൾഡ്, നമ്മുടെ ഈ ലോകത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നാണ് ചുരുക്കി നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോകത്തെ എങ്ങനെ മനസ്സിലാക്കുന്നു. മാത്രമല്ല ഈ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോഴേക്ക് നമുക്ക് സെൻസേഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് അതെന്താണെന്നും അവിടുന്ന് അങ്ങോട്ട് പോയിട്ട് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും എങ്ങനെ പെർസീവ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. സ്റ്റാർട്ടിംഗ് ആണ്. ഇനി ഈ യൂണിറ്റിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഈ യൂണിറ്റിന്റെ പർപ്പസ്. അതായത് ഈ ഒരു മൂന്നാമത്തെ യൂണിറ്റ് പഠിച്ചു കഴിയുമ്പോഴേക്ക് എന്താണ് സെൻസേഷൻ എന്നതും എന്താണ് പെർസെപ്ഷൻ എന്നുള്ളതും കൃത്യമായി നിങ്ങൾ പഠിക്കും. ഇത് കൃത്യമായിട്ട് അറിയണം. കാരണം PGക്ക് വരുമ്പോൾ ഫസ്റ്റ് ഇയറിൽ കോഗ്നിറ്റീവ് സൈക്കോളജി എന്നൊരു പേപ്പർ ഉണ്ട്. അതിലൊരു യൂണിറ്റ് ആണത് പെർസെപ്ഷൻ സെൻസേഷൻ എന്നുള്ളത്. മാത്രമല്ല പെർസെപ്ഷൻ നടക്കുമ്പോൾ അതിന് 3 സ്റ്റേജുകളുണ്ട്. അതേതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല പെർസെപ്ഷനുമായി ബന്ധപ്പെട്ട ഒരു തിയറി പറയുമ്പോൾ ബോട്ടം അപ്പ്, ടോപ്പ് ഡൗൺ പ്രോസസ് എന്ന് പറയുന്ന ഒരു തിയറി നമ്മൾ പഠിക്കാനുണ്ട്. അതും നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാൻ പറ്റും. ആ തിയറി പഠിച്ചു വരുമ്പോൾ പെർസെപ്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു കോൺസെപ്റ്റ് നമുക്ക് പഠിക്കുന്നുണ്ട്. ജസ്റ്റാൾട്ട് സൈക്കോളജിയിൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് പെർസെപ്ഷനുമായി നമുക്ക് അറിയാൻ പറ്റും ചാപ്റ്ററിൽ. ഈ ലോകത്ത് നടക്കുന്നുണ്ടെന്നല്ലോ, ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് നമ്മൾ ഈ ലോകത്തെ എന്നും ഒരുപോലെ അല്ലെങ്കിൽ വലിയ മാറ്റങ്ങളില്ലാതെ കാണുന്നു എന്നതിന്റെ ഒരു കാരണം അതിന്റെ സൈക്കോളജിക്കൽ ഒരു ആസ്പെക്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് പെർസെപ്ഷൻ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ കൺസ്റ്റൻസി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പറ്റും. ഇങ്ങനെ നമ്മളെ പെർസെപ്ഷനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളും അതിൽ കൾച്ചർ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നതും ഈ യൂണിറ്റിൽ നമുക്ക് മനസ്സിലാക്കാം. ചുരുക്കി ഇത്രയും കാര്യങ്ങളാണ്. ഇനി നിങ്ങൾ മറുപടി പറഞ്ഞ നിർബന്ധമാണ്, എന്താണ് ഈ ചിത്രത്തിൽ കാണുന്നത്? വാട്ട് ഈസ് പെർസെപ്ഷൻ എന്നതിന് നല്ലൊരു ഉത്തരമാണ്. എന്താണ് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റുമെന്ന് പറഞ്ഞേ. ഒന്ന് വോയിസിൽ പറയുകയാണെങ്കിൽ നന്നായിരുന്നു. നിങ്ങൾക്ക് എന്താണ് ഇതിൽ കാണാൻ പറ്റുന്നത്? വോയിസിൽ പ്രയാസമാണെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്താലും മതി. സ്ലൈഡ് മാറുന്നില്ല എന്നാണ് പറഞ്ഞ്. ഓ, എന്താ അങ്ങനെ പറയണത്? ഓക്കെ, ഇപ്പൊ മാറുന്നുണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റിയോ? മാറുന്ന കണ്ട നിങ്ങൾ? ഓക്കെ, മാറുന്നുണ്ട്. ഒരു മിനിറ്റ് കേട്ടോ, കാണുന്നില്ല എന്ന് തോന്നുന്നു.
കാണുന്നുണ്ടാവൂല്ലേ? ഓക്കെ, പെർസെപ്ഷൻ എന്താണെന്ന് ഞാൻ ചോദിച്ചു. അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്, ഇതെന്താ നിങ്ങൾക്ക് അറിയോ ഇതെന്താണെന്നുള്ളത്? നിങ്ങൾക്ക് എന്താണ് ഇത് കണ്ടിട്ട് മനസ്സിലാകുന്നത്? ഒരിക്കലും പറയാൻ പറ്റുമോ? ഒന്നും മിണ്ടില്ല അല്ലെ? ഓക്കെ, ഇത് പ്രസിദ്ധമായൊരു പുസ്തകം, ലിറ്റിൽ പ്രിൻസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ആന്റോണി സാന്റൈൻ എക്സ്പെഡിസി എന്ന് പറയുന്ന ഒരാൾ എഴുതിയൊരു കഥയാണ്. അയാൾ കാട്ടിലൂടെ നടക്കുമ്പോൾ കണ്ട ഒരു ചിത്രം, അയാൾ കണ്ടു മനസ്സിലാക്കിയ സാധനത്തെ ഒന്ന് ചിത്രമായിട്ട് ചിത്രീകരിച്ചു. എന്നിട്ട് അടുത്ത ആളോട് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞത്, ഇതൊരു തൊപ്പിയല്ലേ, ദിസ് ഇസ് ഹാറ്റ് എന്നാ പറഞ്ഞു. ശരിയാണ്. അയാളെ കാഴ്ചപ്പാടില് അയാള് ഇങ്ങനത്തെ വസ്തുവിനെ തൊപ്പിയായിട്ട് കണ്ടില്ല. തൊപ്പി എങ്ങനെ ഉണ്ടാവില്ല, ഹാറ്റാണ്. ഈ ഓസ്ട്രേലിയൻ കളിക്കാരും അല്ലെങ്കിൽ വെസ്റ്റേണേഴ്സ് ഒക്കെ കണ്ടില്ല തലയിലിടുന്ന. അയാളെ കാഴ്ചപ്പാടില് അല്ലെങ്കിൽ ആ എക്സ്പീരിയൻസിൽ ഇങ്ങനത്തത് ഹാറ്റാണ്. അതുകൊണ്ട് ഈ വരച്ചത് ഹാറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞു. സത്യത്തിൽ ഇത് എന്തായിരുന്നു എന്നറിയോ? ഇതാണ് സംഭവം. സത്യത്തിൽ ഒരു ആനയെ വലിയൊരു പാമ്പ് വിഴുങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ മലമ്പാമ്പ് എന്നൊക്കെ പറയില്ലേ, വിഷങ്ങളൊന്നുമില്ലാത്ത വലിയ ജീവിയൊക്കെ വിഴുങ്ങിയിട്ട് ഞെരുക്കി കൊന്നു തീർക്കുന്ന, അങ്ങനെ വലിയൊരു പാമ്പ് ഒരു ആനയെ വിഴുങ്ങിയ ഒരു ചിത്രം അദ്ദേഹം വരച്ചതായിരുന്നു ഈ കാണിച്ചത്. പക്ഷെ ഇത് കണ്ട ഒരാൾ പറഞ്ഞത്, പ്രായപൂർത്തിയായ പക്വതയുള്ള അഡൽട്ടായ ഒരാൾ പറഞ്ഞത് ഇതൊരു തൊപ്പിയാണ്. അതാണ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ. അതായത് അയാൾക്ക് പരിചയമുള്ളത് ഒരു തൊപ്പിയാണ്. ആ തൊപ്പിയുടെ രൂപത്തിൽ ഒരു ചിത്രം കണ്ടപ്പോ ഹി തോട്ട് ഇസ് എ ഹാറ്റ്. ആക്ച്വലി ഇതെന്തായിരുന്നു സംഭവം? ആന അതിനെ ഒരു വലിയ പാമ്പ് വിഴുങ്ങിയതിനെ മറ്റേ ഭാവനയിൽ വരച്ചതാണ്. അപ്പോ ഇതാണ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ പലതിനെയും കാണും, പലതും കേൾക്കും, പലതും പല രീതിയിൽ അറിയും. ഈ അറിയുന്ന കാര്യം നമ്മൾ നമ്മളുടേതായ രീതിയിൽ മനസ്സിലാക്കിയെടുക്കും. ഇങ്ങനെ മനസ്സിലാക്കിയെടുക്കുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് പെർസെപ്ഷൻ. അതായത് കണ്ണുകൊണ്ട് നമ്മൾ പലതും കാണുന്നുണ്ട്. കണ്ട സാധനത്തെ നമ്മളെ തലച്ചോറിൽ നമ്മൾ അനലൈസ് ചെയ്ത്, അത് പാമ്പാണ്, അല്ലെങ്കിൽ അത് ചേമ്പാണ്, അത് ചേനയാണ്, അങ്ങനെ ഓരോന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കും. അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട്, അഥവാ കണ്ണുകൊണ്ട് കണ്ട്, ചെവി കൊണ്ട് കേട്ട്, കൈ കൊണ്ട് സ്പർശിച്ചു മനസ്സിലാക്കി, നാവ് കൊണ്ട് രുചിച്ച്, മൂക്കുകൊണ്ട് മണത്ത്, ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് പല സ്റ്റിമുലേഷൻസും അല്ലെങ്കിൽ സ്റ്റിമുലസുകളും നമ്മൾ ഉള്ളോട്ടെടുക്കുന്നു. എന്നിട്ട് നമ്മളെ തലച്ചോറിൽ നമ്മളിത് പ്രോസസ്സ് ചെയ്യുന്നു. ആ പ്രോസസ്സ് ചെയ്തതിന് ശേഷം നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നു ഈ ഒരു പ്രോസസ്. അതായത് സ്റ്റിമുലസിനെ സെൻസ് ഓർഗാൻ ഉള്ളോട്ടെടുത്ത് തലച്ചോറിലെത്തിയിട്ട് അതിനെ അനലൈസ് ചെയ്ത് അത് ഇന്നതാണെന്ന് റെക്കഗ്നൈസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന്റെ പേരാണ് പെർസെപ്ഷൻ. അതിന്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇറ്റ്സ് എ പ്രോസസ് ഓഫ് സെലക്ടിങ്, ഓർഗനൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ഇൻഫർമേഷൻ ഫ്രം അവർ സെൻസസ് ബേസ്ഡ് ഓൺ അവർ നീഡ്സ്, എക്സ്പെക്ടേഷൻസ് ആൻഡ് പാസ്റ്റ് എക്സ്പീരിയൻസ്. എന്താണ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ? പ്രോസസ് ഓഫ് സെലക്ടിങ്. അതായത് നമ്മൾ നോക്കിയാൽ, ഇപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോൾ ആയിരക്കണക്കിന് സാധനങ്ങൾ മുന്നിൽ കാണാം, പക്ഷെ എല്ലാം ഞാൻ കാണൂല. എനിക്ക് ആവശ്യമുള്ള മാത്രം സെലക്ട് ചെയ്യും. എന്നിട്ട് അതിനെ ഓർഗനൈസ് ചെയ്യും. അഥവാ 1, 2, 3, 4 കാര്യങ്ങളെ നമ്മൾ സെലക്ട് ചെയ്ത് അതിനെ വേണ്ട രൂപത്തിൽ അതിന്റെ പ്രയോറിറ്റി ചെയ്ത് ഓർഗനൈസ് ചെയ്യും. എന്നിട്ട് എന്റെ തലച്ചോറിൽ അതിനെക്കുറിച്ച് ഒരു ഇന്റർപ്രിറ്റേഷൻ ഉണ്ടാക്കും. ഇതാണ്, ഇങ്ങനെയാണ്. ഓക്കെ, അതെന്നെ എങ്ങനെ? എന്താണ്, നമ്മുടെ നീഡ്സ് നോക്കിയിട്ടും എക്സ്പെക്ടേഷൻ നോക്കിയിട്ടും പാസ്റ്റ് എക്സ്പീരിയൻസും വെച്ച്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ തിരക്ക് പിടിച്ച റോഡിലൂടെ പോകുമ്പോൾ റോഡ് മുറിച്ച് ക്രോസ് ചെയ്ത് പോകുക, റോഡ് ക്രോസ് ചെയ്യാന്ന് വിചാരിക്കുക. റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി വന്നിക്കുമ്പോൾ സിഗ്നലിന്റെ മുന്നിൽ നോക്കി ആദ്യം നമ്മൾ നോക്കും സിഗ്നലിലേക്ക്. ഓക്കെ, സിഗ്നല് പച്ചയാണ്, അഥവാ നമുക്ക് പോകാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ ചുവപ്പാണ്, അഥവാ നമുക്ക് പോകാൻ പറ്റും, അതിന്റെ ഒരു ഉണ്ടാവും അല്ലെ? അപ്പോ സിഗ്നലിനെ മനസ്സിലാക്കി, എന്നിട്ട് നമ്മൾ അങ്ങോട്ടും നോക്കും, വണ്ടി വരുന്നുണ്ടോ ഇല്ലേ.
പിന്നെ രണ്ടാമത് ഇങ്ങോട്ടും നോക്കും, ഇവിടുന്ന് വണ്ടി വരുന്നുണ്ടോ അല്ലേ, അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മളത് ക്ലോസ് ചെയ്യും. അതായത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് അതിനെ ഓർഗനൈസ് ചെയ്ത് അത് അടിസ്ഥാനത്തിൽ നമ്മൾ തീരുമാനം എടുക്കണം. അതേസമയം ആ റൂട്ടിൽ ധാരാളം വണ്ടികൾ ഉണ്ടാകും, ഷോപ്പുകൾ ഉണ്ടാവും, മാളുകൾ ഉണ്ടാകും, പല പല കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്, പല രീതിയിലുള്ള, അതിലേക്കൊന്നും നമ്മളെ ശ്രദ്ധ പോകുന്നില്ല. ആയിരക്കണക്കിന് സ്റ്റിമുലഷൻസ് അവിടെ ഉണ്ട്, കാണാനും കേൾക്കാനും അനുഭവിക്കാനും പല രംഗങ്ങളുണ്ട്. അതൊന്നും നോക്കാതെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് അതിനെ ഓർഗനൈസ് ചെയ്ത് അതിന് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്ത് ഓക്കെ ഇപ്പം സേഫ് ആണ് യാത്ര ചെയ്യാൻ, കാരണം മറ്റേ വണ്ടികൾ വരുന്നേ ഉള്ളൂ, അതല്ലെങ്കിൽ അതൊക്കെ സ്റ്റോപ്പ് ആയിട്ടുണ്ട്, ഇവിടെ സിഗ്നൽ അവർക്ക് ചോപ്പാണ്, എനിക്ക് മുന്നിൽ അത് ഗ്രീൻ ആണ്, അപ്പൊ എനിക്ക് മുന്നോട്ട് പോകാം എന്നൊരു തീരുമാനം എടുക്കും. അപ്പോ ചുറ്റുപാടിനെ നമ്മൾ നിരീക്ഷിച്ച് നമ്മളെ തലച്ചോറിൽ നമ്മളതൊരു പ്രോസസ് ചെയ്തിട്ട് നമ്മളൊരു തീരുമാനം എടുക്കുന്നു. ഈ ഒരു സംഭവമാണ് പെർസെപ്ഷൻ എന്നുള്ളത്. മനസ്സിലായോ? ഇത് എല്ലാവർക്കും ഒരുപോലെ നടന്നോളന്നില്ല, ചിലവർക്ക് തെറ്റ്, അതാണ് അത് നമുക്ക് പിന്നീട് പഠിക്കും. അപ്പോൾ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് സീയിങ്, ഒന്ന് കണ്ടാൽ മാത്രം പോരാ, പിന്നെ ഇറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡിങ്, കണ്ടിട്ട് അതെന്തെന്നാണ് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലായാൽ മാത്രമേ ഇറ്റ് ഹെൽപ്പ് അസ് ടു മേക്ക് എ ഡിസിഷൻ, നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. സിഗ്നൽ കണ്ടാൽ പോരാ, സിഗ്നൽ ഇങ്ങോട്ട് പോകുന്നത് പച്ചയാണ്, അങ്ങോട്ട് പോകുന്നത് ചുവപ്പാണ്, ഇത് ആംബർ ലൈറ്റ് ആണ്, അപ്പൊ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരും തന്നെയല്ലേ. ഇപ്പോൾ ഖത്തറിലൊക്കെ നമ്മൾ വിദേശ രാജ്യങ്ങളൊക്കെ റൗണ്ട് അബൌട്ട് കയറാം, നമ്മളെ നാട്ടിൽ കുറച്ച് കുറവാണ് സിഗ്നലുകളാണ്. ഈ റൗണ്ട് അബൌട്ട് എത്തുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും, എല്ലാ ഭാഗത്തും നോക്കും, ഇവിടുന്നൊക്കെ വണ്ടി വരുന്നുണ്ട്, എത്ര സ്പീഡിലാണ് മറ്റു, അതൊക്കെ നോക്കി അനലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ച് നമ്മൾ തീരുമാനം എടുക്കുക. ഇൻഡിക്കേറ്റർ ഇടുന്നു, സിഗ്നൽ നോക്കുന്നു, വണ്ടികൾ നോക്കുന്നു, റോഡ് എല്ലാം. അപ്പോൾ ഇതെല്ലാം കൂടി കണ്ട് അതിനെ ഒന്ന് അനലൈസ് ചെയ്ത് അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിനനുസരിച്ച് നമ്മൾ തീരുമാനിക്കുന്നു. ചൂസിങ് വാട്ട് യൂസ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒരു കല്യാണത്തിന് പോകുകയാണെങ്കിൽ, ഒരു പ്രോഗ്രാമിന് പോകണമെങ്കിൽ ഏത് ഡ്രസ്സ് ഇടണം, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഏത് ഷൂ ആണ് ആ ഡ്രസ്സിന് യോജിക്കുന്നത്, ഇങ്ങനെ ഓരോന്നും നമ്മൾ ശരിക്ക് അനലൈസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞാൽ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഹെൽപ്സ് അസ് അണ്ടർസ്റ്റാൻഡ് ദ കോംപ്ലക്സ് വേൾഡ്. ഈ സങ്കീർണമായ ലോകത്തെ മനസ്സിലാക്കാൻ പെർസെപ്ഷൻ എന്ന പ്രോസസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇതൊരു കൊഗ്നിറ്റീവ് പ്രോസസ്സാണ്. അതായത് കണ്ണുകൊണ്ട് കണ്ട സാധനത്തെ തലച്ചോറിലെത്തിയിട്ട് നമ്മൾ അനലൈസ് ആണ് തീരുമാനം എടുക്കുന്നത്. ചെവി കൊണ്ട് കേട്ട സാധനത്തെ തലച്ചോറിൽ വെച്ച് അനലൈസ് ചെയ്യാൻ തീരുമാനം. ഒരു ശബ്ദം കേട്ടാൽ അത് ഇന്ന ആളാണ്, അല്ലെങ്കിൽ അത് ഇന്ന വണ്ടിയാണ്, അത് ഇന്ന ബെല്ലാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ അനലൈസ് ചെയ്യും അല്ലെ. സ്മെല്ല്, അത് ചിക്കൻ പൊരിക്കുന്നതാണ്, അതല്ല ഫിഷിന്റെ ആണ്, അങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യും, എന്നിട്ട് നമ്മൾ തീരുമാനം. അങ്ങനെയാണ് എടുക്കുന്നത്. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണ് കേട്ടോ. ആ ചിത്രത്തിൽ എന്താണ്, അയാൾ കണ്ടപ്പോൾ അയാൾക്കൊരു ഹാറ്റായി തോന്നി, സത്യത്തിൽ എന്തായിരുന്നു, ആനയെ ഒരു പാമ്പ് വിഴുങ്ങിയതായിരുന്നു, അതിന്റെ ഒരു ചിത്രമായിരുന്നു. അപ്പൊ റിയാലിറ്റി ഇതാണ്, പക്ഷെ അതിനെ മറ്റേയാൾ പെർസീവ് ചെയ്ത് റോങ് ആയിട്ടാണ്. അപ്പൊ നമുക്ക് പിന്നെ ഡീറ്റെയിലേക്ക് പഠിക്കാം. അപ്പൊ പെർസെപ്ഷൻ നടക്കണമെങ്കിൽ 3 സ്റ്റേജുകളുണ്ട്. പെർസെപ്ഷൻ എന്താ നമ്മൾ പഠിച്ചു, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടോ കേട്ടോ മണത്തോ രുചിച്ചോ കാര്യങ്ങൾ മനസ്സിലാക്കി തീരുമാനമെടുക്കുന്ന പ്രോസസ്സ്. ഇത് 3 രീതിയിൽ അല്ലെങ്കിൽ 3 സ്റ്റേജിലൂടെ നടക്കുന്നു. ഈ ചിത്രത്തിൽ എന്താ കാണുന്നത്? നിങ്ങൾ സംസാരിക്കണ്ടോ, എന്നാലേ നമുക്കൊരു രസം കിട്ടുള്ളൂ. എന്താണ് ഈ ചിത്രത്തിൽ കാണാൻ പറ്റുന്നത്? നിങ്ങൾക്ക് ഒന്ന് നോക്കി, നിങ്ങൾ എന്ത് പെർസീവ് ചെയ്യുന്നു? പ്ലീസ് ജോയിൻ വിത്ത് മീ. ആരെങ്കിലും ഉണ്ടോ എന്റെ കൂടെ? പറയൂ, എന്താണ് ഈ ചിത്രത്തിൽ കാണുന്നത്? ഹലോ. ഓക്കെ, താറാവാണോ? താറാവ് എങ്ങനെയാണ് താറാവ്? താറാവ് കണ്ടാല് ആ ലെഫ്റ്റ് ചിത്രത്തിൽ കയ്യിലേക്ക് നിൽക്കുന്ന അതൊരു മുയലായിട്ട് കാണാൻ പറ്റുന്നത്.
വോയിസ് ബ്രേക്ക് ആവുന്നു എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഞാൻ വോയിസ് എന്ത് ചെയ്യാ, ഇപ്പൊ വോയിസ് ബ്രേക്ക് ആവില്ല. നോക്കോളൂ. എന്താണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതിൽ പറഞ്ഞോളൂ. വല്ലതും കാണുന്നുണ്ടോ? എന്താണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? പറയൂ. ഒരു ഹ്യൂമൻ ഫേസ് ഉണ്ട്. എങ്ങനെ നിങ്ങൾക്ക് ഹ്യൂമൻ ഫേസ് കാണാൻ പറ്റുന്നത്? ആ ശരിയാട്ടോ അല്ലേ? അതായത് രണ്ടാൾക്കാരെ നോക്കുമ്പോ രണ്ടാൾക്കാര് ഫേസ് ടു ഫേസ് നിൽക്കുന്നുണ്ട്, അങ്ങനെയല്ലേ? യെസ്, അങ്ങനെയാണെങ്കിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലല്ല, നിങ്ങൾ ആ ഫേസിനെ ശരിക്കും ഇങ്ങനെ ഫോക്കസ് ചെയ്തപ്പോ, ആ ഫേസ് വൈറ്റ് കണ്ടപ്പോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് കാണാൻ പറ്റും. ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോ അവിടെ നിങ്ങൾക്ക് ഒരു രണ്ട് വൈറ്റ് ഫേസുകൾ കാണാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി നേരെ തിരിച്ച് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് വെയ്സ് കാണാൻ പറ്റും. വെയ്സ് എന്ന് പറഞ്ഞാല് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എടുത്തു കഴിഞ്ഞാൽ ബ്ലാക്ക് വെയ്സ് കാണാം. വെയ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ഷോപ്പിലൊക്കെ വലിയ ടേബിളിന്റെ മുകളിലൊക്കെ അതിന് ഫ്ലവറുകളൊക്കെ ഇതാണ് വെയ്സ്. ഹ്യൂമൻ ഫേസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നു. അതേസമയം വെയ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അല്ലെ? വെയ്സ് കാണാൻ പറ്റുന്നത് എപ്പോഴാണ്? വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കറുത്ത വെയ്സ്. എന്നാൽ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ രണ്ട് ഫേസുകൾ. അപ്പൊ ഒരു പിക്ചറിനെ നമുക്ക് രണ്ട് രീതിയിൽ കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്താണ് എക്സ്പീരിയൻസ്, നമുക്കിതിനെ കുറിച്ച് ഡീറ്റെയിൽ പഠിക്കാം. ഓക്കെ, എന്തായിരുന്നാലും പെർസെപ്ഷൻ നടക്കണമെങ്കിൽ 3 സ്റ്റേജുകളുണ്ട്. ഒന്ന് സെലക്ട് ചെയ്യണം, ഏതിനെയാണോ നമ്മൾ കാണുന്നത്. ഉദാഹരണം ബ്ലാക്കിൽ ആ ബ്ലാക്ക് വെയ്സിലേക്കാണെങ്കിൽ അത് മാത്രം നമ്മൾ സെലക്ട് ചെയ്യണം, അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങൾ നോക്കുമ്പോൾ അതൊരു വെയ്സ് ആണ്. വെയ്സ് എന്ന് പറഞ്ഞാൽ പാത്രം, നമ്മുടെ ചെടികളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്ററൊക്കെ വെച്ചിരിക്കുന്ന കുറ്റി കിടുന്നുണ്ടല്ലോ, കുറ്റി. അപ്പോ ചെടികളുമായിരിക്കും കുറ്റിയാണ്. അപ്പോ അതിനെ മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് അതിലേക്ക് മാത്രം നോക്കിയപ്പോൾ നമുക്ക് വെയ്സ് എന്ന സാധനം കാണും. അപ്പൊ സെലക്ഷൻ നടക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓർഗനൈസിങ്, അതിനെ കുറിച്ചുള്ള ആ കാഴ്ച നമ്മുടെ കണ്ണിലൂടെ അത് ന്യൂറോണിലൂടെ പോയിട്ട് അത് തലച്ചോറിൽ പോയിട്ട് ഓർഗനൈസ് ചെയ്ത് അതെ ഇത് വെയ്സ് ആണെന്ന് തലച്ചോറ് ഇന്റർപ്രറ്റ് ചെയ്യുന്നു. അപ്പോ സെൻസേഷനിലൂടെ അഥവാ കാണുക എന്ന സെൻസേഷൻ, അതിനെ പിന്നെ ഈ പറഞ്ഞ സെൻസേഷൻ കണ്ണിൽ നിന്നും അതിങ്ങനെ റെറ്റിനയിലൂടെ പോയി ന്യൂറോണിലൂടെ പാസ് ചെയ്ത് തലച്ചോറിൽ എത്തുന്നുണ്ട്. തലച്ചോറ് എത്തുമ്പോൾ തലച്ചോറ് തന്റെ പഴയ ഇൻഫോർമേഷനുമായി ചെറിയ ഇത് ബേസ് ആണല്ലോ എന്ന് റെക്കഗ്നൈസ് ചെയ്യണം. അപ്പൊ സെലക്ഷൻ പ്രോസസ് നടക്കുന്നുണ്ട്, ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞൊരു സാധനം നടക്കുന്നുണ്ട്, അങ്ങനെ തലച്ചോറിലെത്തുന്ന ഇന്റർപ്രിറ്റേഷൻ എന്നും നടക്കുന്നുണ്ട്. മനസ്സിലായോ? ഈ 3 കാര്യങ്ങൾ നേരത്തെ പറഞ്ഞത് നമുക്ക് ആവശ്യമുള്ള മാത്രം നമ്മൾ അറ്റൻഡ് ചെയ്ത് അത് മാത്രം നോക്കുമ്പോൾ, ഉദാഹരണം കറുത്തയിലേക്ക് മാത്രം ഇങ്ങനെ നോക്കിയപ്പോൾ നമുക്ക് എന്തായിരുന്നു? അതൊരു ബേസ് ആയിപ്പോയി. എന്നാൽ അതൊരു 2 വെളുത്ത സാധനങ്ങൾ ഇങ്ങനെ നോക്കിയപ്പോൾ അത് 2 മുഖങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന പോലെ തോന്നി. അപ്പൊ കറുപ്പ് ബാക്ക്ഗ്രൗണ്ട് ആയിപ്പോയി അല്ലെ? അപ്പൊ ഏതിലാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത്, ഏതിലാണോ ഫോക്കസ് ചെയ്യുന്നത്, ഏതിലാണോ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ ആ അറ്റൻഡ് ചെയ്യുന്ന സാധനം മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു? കണ്ണിലൂടെ ഇങ്ങനെ പോയി, അഥവാ പിന്നെ അത് ന്യൂറോണിലൂടെ എത്തി തലച്ചോറിലെത്തി അതിനെ ഓർഗനൈസ് ചെയ്ത് നമ്മൾ അറിയാതെ കുറെ കാര്യങ്ങൾ തലച്ചോറ് നടക്കുന്നുണ്ട്. അങ്ങനെ തലച്ചോറ് ഇന്റർപ്രറ്റ് ചെയ്യാണ്. ദിസ് ഇസ് എ വെയ്സ്, അല്ലെങ്കിൽ ദീസ് ആർ 2 ഹ്യൂമൻ ഫേസസ്, അല്ലെങ്കിൽ ദിസ് ഇസ് എ റാബിറ്റ്,
അല്ലെങ്കിൽ ദിസ് ഇസ് എ ഡക്ക് എന്ന് റെക്കഗ്നൈസ് ചെയ്യുന്ന ഇന്റർപ്രിറ്റേഷൻ. ഇങ്ങനെയാണ് പെർസെപ്ഷൻ നടക്കുന്നത്. അപ്പൊ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങളോടെ കണ്ട് കേട്ട് അനുഭവിച്ച് തലച്ചോറിലെത്തിയിട്ട് അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ്. അതിന് 3 സ്റ്റേജ് ഉണ്ട്. സെലക്ഷൻ പ്രോസസ് ഉണ്ട്, ഓർഗനൈസേഷൻ എന്നുണ്ട്, ഇന്റർപ്രിറ്റേഷൻ ഉണ്ട്. പഠിക്കണം, 6 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. സ്റ്റേജസ് ഓഫ് പെർസെപ്ഷൻ. സെലക്ഷൻ എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് സ്കൂളുകൾക്കുണ്ട്, അതിൽ നിന്നും ഒന്നിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നതാണ്. റോഡ് മുറിച്ചടക്കുമ്പോൾ 10,000കണക്കിന് സ്റ്റിമുലസുകൾ അവിടെ ഉണ്ട് അല്ലെ. പല വാഹനങ്ങളുണ്ട്, പല വണ്ടികളുണ്ട്, പല ഷോപ്പുകളുണ്ട്, ആൾക്കാർ നടക്കുന്നുണ്ട്, പല കാര്യങ്ങളും മെയിൻ റോഡ് നടക്കുക. അതൊന്നും നോക്കൂല. നമ്മൾ ആകെ ആ സിഗ്നൽ നോക്കും, വരുന്ന വണ്ടികൾ മാത്രം നോക്കും, റോഡ് മുറിക്കാനുള്ള സമയം ഉണ്ടോ നോക്കും, അത് മാത്രം. അങ്ങനെ ആവുമ്പോഴേ കാര്യം നടക്കുള്ളൂ. പക്ഷെ നമ്മളെ കൂടെ ചെറിയ കുട്ടിയുടെ കുട്ടിയുടെ ലോകത്തായിരിക്കും. കുട്ടിയുടെ ലോകത്തായതുകൊണ്ടാണ് പലപ്പോഴും അപകടങ്ങൾ സംഭവിക്കുന്നത്. അപ്പൊ എന്താ ശ്രദ്ധിക്കും. ഇപ്പൊ സെലക്ഷൻ എന്നൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതായത് ഒരു സ്റ്റിമുലയിലേക്ക് മാത്രം അറ്റൻഡ് ചെയ്യാം. അതിനെ പിന്നെ കണ്ണിലൂടെ വരുന്നത് നമ്മൾ ന്യൂറോണിലൂടെ ഓർഗനൈസ് ചെയ്ത് തലച്ചോറിലെത്തുന്നു. അതല്ല ഈ ചെവിയിലൂടെയാണെങ്കിൽ കേട്ട സാധനം ചെവിയിലൂടെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് തലച്ചോറിലെത്തുന്നു. എന്നിട്ട് തലച്ചോറിലെത്തിയിട്ട് ഇന്റർപ്രിറ്റേഷൻ, അതിനെ ഇന്നതാണെന്ന് മനസ്സിലാക്കുക. ഇത് 3മാണ് ഈ നടക്കുക. ഇപ്പൊ നേരത്തെ പറഞ്ഞ ആ ഒരു പാമ്പിന്റെ ചിത്രം യഥാർത്ഥത്തിൽ എന്താണ്? ഒരു വലിയ ആനയെ വിഴുങ്ങിയ പാമ്പിന്റെ ചിത്രമാണ്. പക്ഷെ അതങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം അയാളെ തലച്ചോറിൽ അങ്ങനെ സംഭവം ഇല്ല. ഇങ്ങനൊരു പാമ്പ് ആനയെ വിഴുങ്ങിയാൽ ഇങ്ങനെ ആയിരിക്കും അയാൾ മനസ്സിലാക്കാൻ. അങ്ങനത്തെ ഒരു സാധനം ഹാറ്റ് ആയിട്ടുള്ളൂ. അപ്പൊ അയാൾ എന്ത് ചെയ്തു? അതായിട്ട് ഇന്റർപ്രറ്റ് ചെയ്തു. പിന്നെ അയാൾക്ക് ചിത്രം കാണിച്ചെടുത്തപ്പോ ഇനി അയാൾ കണ്ടാ പറയുന്നത് അതാണ് പോക്കോട്ടെയാണ്. അങ്ങനെ പറഞ്ഞാൽ പെർസെപ്ഷൻ നടക്കണമെങ്കിൽ 3 സ്റ്റേജുകളുണ്ട്. ഒന്ന് പെർസെപ്ഷൻ ഇൻപുട്ട്, അതായത് നമ്മൾ പുറത്ത് കാണുന്ന, കേൾക്കുന്ന, അനുഭവിക്കുന്ന സാധനങ്ങൾ. അത് സെൻസ് ഓർഗാനിലൂടെ എന്ത് ചെയ്യുന്നു? സെലക്ഷൻ നടക്കുന്നു, ഓർഗനൈസേഷൻ നടക്കുന്നു, എന്നിട്ട് തലച്ചോറിന് ഇന്റർപ്രിറ്റേഷൻ നടക്കുന്നു. അങ്ങനെ ഇന്റർപ്രിറ്റേഷൻ നടന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഉണ്ടാകും. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് പാമ്പാണ്, ഇത് സിഗ്നൽ പക്ഷിയാണ്, ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന സാധനമാണ്, അതിന് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ നമ്മുടെ തലച്ചോറിലേക്ക് പല പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഇൻപുട്ട് വരണം എന്ന് തലച്ചോറ് അതിനെ അനലൈസ് ചെയ്തിട്ട് ഔട്ട്പുട്ട് എടുക്കുന്നു, അതിനനുസരിച്ച് തീരുമാനം എടുക്കുന്നു. അതാണ് പെർസെപ്ഷൻ. ഇനി ഇതിനെക്കുറിച്ചുള്ള തിയറി, പെർസെപ്ഷൻ നടക്കല് എങ്ങനെയാണ്? 2 തിയറിയാണ് ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റ് ആണിത്. ഒന്ന് ബോട്ടം അപ്പ് പ്രോസസ്സിംഗ് എന്ന് പറയും. ഇതാണ് ബോട്ടം അപ്പ് പ്രോസസ്സിംഗ്. താഴെ മേലോട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്, ബോട്ടം അപ്പ് പ്രോസസ്സിംഗ്. മറ്റൊരു തിയറി വന്നു വെച്ചാൽ ടോപ്പ് ഡൗൺ പ്രോസസ്സിംഗ്, മേലെന്ന് കീപ്പോട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഒരു തിയറി എന്താണ്? ബോട്ടം അപ്പ് പ്രോസസ്സിംഗ്, അടിയിൽ നിന്ന് മേലോട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതായത് നമുക്ക് ഒരു ഡാറ്റ, ആ ഡാറ്റയെ അനലൈസ് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് അടിയിൽ നിന്ന് മേലോട്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അത് ജെ ഗിബ്സൺ എന്ന് പറയുന്ന ആളാണ് ഈ ഒരു കാഴ്ചപ്പാടുണ്ടാകും. ഗിബ്സൺ. ഓക്കെ, അതായത് ഇവിടെ നടക്കുന്ന പെർസെപ്ഷനുള്ള ഡയറക്റ്റ് പ്രോസസ്സാണ്. അതായത് നമ്മളെ പിയർ എക്സ്പീരിയൻസോ പഴയ ഓർമ്മയോ പഴയ ചിന്തയോ അനുഭവങ്ങളോ അവിടെ നേരിട്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു, മനസ്സിലാക്കുക. ഏത് അതായത് നമ്മൾ കാണുന്ന ആ സ്റ്റിമുലി, നമ്മൾ കേൾക്കുന്ന ആ സ്റ്റിമുലി, അത് തന്നെ നമുക്ക് തീരുമാനമെടുക്കാൻ ഉണ്ട്. അതല്ലാതെ പ്രീ എക്സ്പീരിയൻസോ പണ്ടുകാലത്തുള്ള അനുഭവങ്ങൾ ആവില്ല. അങ്ങനെയാണ് പ്രോസസ്സിംഗ് നടക്കുന്നത്, പെർസെപ്ഷൻ നടക്കുന്നത് എന്ന് പറയുന്ന തിയറിയാണ് ബോട്ടം അപ്പ് പ്രോസസ്സിംഗ്. അതായത് കാണുന്ന, കേൾക്കുന്ന, അനുഭവിക്കുന്ന ഔട്ട് സ്റ്റിമുലി അത് തന്നെ ഇനഫാണ് എന്ന് പറയുന്നു. രണ്ടാമത്തെ തിയറി ടോപ്പ് ഡൗൺ പ്രോസസ്സിംഗ്. ഇത് പറഞ്ഞ ആ സൈക്കോളജി പേര് എന്താണെന്ന് ഓർമ്മയില്ല. റിച്ചാർഡ് ഗ്രിഗറി എന്ന് നമ്മൾ പോയി അവരുടെ അനുഭവിച്ചത് എക്സ്പീരിയൻസ് ചെയ്ത് നമ്മുടെ എക്സ്പീരിയൻസ് അതിന്റെ ബേസിലാണോ തീരുമാനം എടുക്കുന്നത്.
an experience driven നമ്മൾ കാണുന്നില്ല രീതിയിൽ we need to have our own experience. നമ്മുടെ മുൻകാല അനുഭവത്തിൽ സ്വന്തമായി മാത്രമുള്ള അതിലില്ല എന്നതുകൊണ്ട് അതിനെ നമ്മൾ അല്ലെങ്കിൽ താറാവിന്റെ അതിൽ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ നമുക്ക് ഒറ്റയ്ക്ക് പറയുന്ന താറാവാണ്. അതിൽ പാമ്പിൽ അയാളെ ഈ രീതിയിലാണ് നമ്മൾ അതിൽ തന്നെ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ ഉണ്ട് എന്ന് പറയുന്ന ഒരു തിയറി. രണ്ടാമത്തെ തിയറി എന്താണ്? ടോപ്പ് ഡൗൺ, അതായത് തിയറി ഇൻഫോർമേഷൻ നൽകുന്നില്ല. പെർസെപ്ഷൻ എന്ന് കഴിഞ്ഞിട്ട് പ്രധാന കേൾക്കുന്നുണ്ടോ? ഓക്കെ, സെൻസേഷൻ എന്ന തിയറിയിലേക്ക് നോക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മൾ കാണുന്നു, അതായത് പഞ്ചേന്ദ്രിയം കൊണ്ടല്ല, കണ്ണുകൊണ്ട് കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, തൊലി കൊണ്ട് തൊക്ക് കൊണ്ട് നമ്മൾ അനുഭവിക്കുന്നു, നാവ് കൊണ്ട് നമ്മൾ രുചിക്കുന്നു, മൂക്ക് കൊണ്ട് നമ്മൾ മണക്കുന്നു. ഇങ്ങനെ നടക്കുന്ന പരിപാടിയാണ് നമ്മൾ സെൻസേഷൻ എന്ന് അനുഭവിക്കുക, സെൻസ് ചെയ്യുക. അപ്പൊ നമ്മൾ പെർസീവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സെൻസ് ചെയ്യണം. ഇത് അതാണ് എന്ന് നമ്മൾ ിലൂടെ തണുപ്പ് അനുഭവിക്കുക, അതിലൂടെ പുളിയോ മധുരമോ അടിച്ചു ബിഫോർ ഒരു തീരുമാനമെടുക്കുന്നതിന് അത് അതിനെ അനലൈസ് കൊണ്ട് ഇപ്പൊ ക്ലിയർ ആണോ? സബ്ജക്റ്റീവ് പ്രോസസ് ഈ പറഞ്ഞ സെൻസേഷൻ എന്ന് പറഞ്ഞത് ഒരു സബ്ജക്റ്റീവ് പ്രോസസ് ആണ്. സബ്ജക്റ്റീവ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിക്കും ഓരോ രീതിയിലേക്ക്, ഉദാഹരണം ഞാൻ കാണുന്ന, ഞാൻ കേൾക്കുന്ന, ഞാൻ അനുഭവിക്കുന്ന അതേ രൂപത്തിലായിരിക്കില്ല. ഉദാഹരണം ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വഴിയിലൂടെ പോകുമ്പോ ദൂരെയുള്ള വസ്തു കണ്ട് ആനയാണെന്ന് മനസ്സിലാക്കാം. പക്ഷെ എന്റെ ഒപ്പമുള്ള ആളത് ആനയായിട്ട് കണ്ടു, അതൊരു പോത്താണ്. മറ്റുള്ളവരായ ആനയും പോത്തിന് അതൊരു ശീലവിടെ വെച്ചതാണ്. പലർക്കും പല രീതിയിലാണ് സബ്ജക്റ്റീവാണ്. അത് എന്താ അങ്ങനെ പറയാൻ? ഞാൻ എന്റെ അനുഭവം വെച്ചാ പറയുന്നത്, അയാൾ അയാളുടെ അനുഭവം വെച്ചാണ് പറയുന്നത്. കാണുന്ന കേൾക്കുന്ന ചുരുക്കി പറഞ്ഞാൽ സെൻസേഷൻ നടക്കണമെങ്കിൽ
സെൻസേഷൻ കഴിഞ്ഞ പെർസെപ്ഷൻ ഉണ്ടാകും. അതിന് 3 ഘട്ടങ്ങൾ പറഞ്ഞു. ഒന്ന് നമ്മൾ സെലക്ട് ചെയ്യണം, പിന്നെ ഓർഗനൈസ് ചെയ്യണം, പിന്നെ ഇന്റർപ്രറ്റ് ചെയ്യണം. ഇങ്ങനെ 3 സ്റ്റേജുകൾ അവിടെ പഠിച്ചു. ഇവിടെ സെൻസേഷനിൽ 3 കാര്യങ്ങളുണ്ട്. ഒന്ന് റിസപ്ഷൻ, 2 ട്രാൻസ്ഡക്ഷൻ, 3 ട്രാൻസ്മിഷൻ. സെൻസേഷൻ ഉദാഹരണം, എനിക്ക് അടുപ്പത്ത് പോലെയാണ് തീയിൽ കൈ അല്ലേ? അതായത് എന്റെ വിരലില് ആ തീയെ റിസീവ് ചെയ്യണം. എന്റെ വിരലിന്റെ തുമ്പ് ന്യൂറോണുകൾ എന്ത് ചെയ്യണം? അതിനെ റിസീവ് ചെയ്യണം. ഇവിടെ ബിരിയാണി ഉണ്ടാക്കുന്നില്ല, ബിരിയാണി ഉണ്ടാക്കി എന്റെ മുക്കിലേക്ക് ഞാൻ റിസീവ് ചെയ്യണം. അപ്പൊ പഞ്ചേന്ദ്രിയങ്ങളായ കണ്ണ്, മൂക്ക്, ചെവി, നാക്ക് ഇവ റിസീവ് ചെയ്യണം. ഫസ്റ്റ് അതായത് സെൻസ് ഓർഗാൻസ് അതിനെ റിസീവ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. റിസീവ് ചെയ്യുമ്പോൾ കണ്ണുകൊണ്ട് ഞാൻ പ്രകാശം, അതൊരു എനർജിയാണ്. സ്മെല്ല് അത് മറ്റൊരു എനർജിയാണ്. അല്ലെങ്കിൽ മറ്റുള്ള ഈ സ്റ്റിമുലസിനെ അത് പുറത്തുള്ള ഒരു ഫിസിക്കൽ എനർജിയാണ്. ആ ഫിസിക്കൽ എനർജി എന്റെ കണ്ണിന് സ്വീകരിക്കും, ലൈറ്റായിട്ട്, ചെവി സൗണ്ടായിട്ട്, മറ്റൊരു രൂപത്തിൽ സ്വീകരിക്കുന്നു. പക്ഷെ അത് അതേമാതിരി ന്യൂറോണുകൾ പോകില്ല. അത് റിസീവ് ചെയ്യുന്നു ഫിസിക്കൽ എനർജിയെ, എന്നിട്ട് അതെന്ത് ചെയ്യുന്നു? അതിന് പറ്റുന്ന ഭാഷയിലേക്ക് അതിനെ മാറ്റുന്നു. അതായത് ഇലക്ട്രിക് വേവ് കണ്ണ് പ്രകാശരശ്മിയെ അതിന് മനസ്സിലാകുന്ന രൂപത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്യും. അതിനെ ട്രാൻസ്ഡക്ഷൻ. അപ്പോ കണ്ണ് അതിലെ ഉള്ള ഒരു ന്യൂറോണുകൾ റെറ്റിനയിലേക്കും അവിടെ ന്യൂറോണുകൾ മുഖേന തലച്ചോറിലേക്ക് പോകുന്നു. അപ്പൊ ട്രാൻസ്ഡക്ഷൻ. ചെവി ആ ഇയറിലുള്ള ഡ്രമ്മില് കേട്ട ശബ്ദത്തെ, അതൊരു എനർജിയാണ്, ഫിസിക്കൽ എനർജിയാണ്. അതിനെ എന്റെ ചെവിക്ക് എന്റെ ന്യൂറോണുകൾ രൂപത്തിലേക്ക് ട്രാൻസ്ഡക്ട് ചെയ്യും. അപ്പോ എന്റെ കണ്ണിനെ കേൾക്കാനോ അല്ലെങ്കിൽ എന്റെ ചെവിക്ക് കേൾക്കാനോ കണ്ണിനെ കാണാനോ കഴിഞ്ഞോളൂ. പിന്നെ അതിന് പറ്റുന്ന ഭാഷയ്ക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യും. ട്രാൻസ്ഫർ ചെയ്തിട്ട് അത് തലച്ചോറ് ട്രാൻസ്മിഷൻ നടത്തും. അതിനെ അനലൈസ് ചെയ്തിട്ട് മനസ്സിലാക്കിയിട്ട് കണ്ണിനോട് പറയുന്നു അത് പാമ്പാണ്, അതിതാണ്. അപ്പോ മെസ്സേജുകൾ ഇങ്ങോട്ടും അങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പൊ പുറത്തുള്ള ഒരു ലൈറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ അത് ലൈറ്റ് ആണ്, അത് ബൾബ് ലൈറ്റ് ആണ്, അത് ട്യൂബ് ലൈറ്റ് ആണ്. എന്റെ കണ്ണ് എങ്ങനെ മനസ്സിലാക്കുന്നത്? ആ ലൈറ്റിനെ കണ്ടു, ഫിസിക്കൽ എനർജിയെ, എന്നിട്ട് കണ്ണിന്റെ റെറ്റിനയുടെ ഭാഷയ്ക്ക് അത് തലച്ചോറിലേക്ക് എത്തുന്നു. അപ്പൊ കണ്ണിനെ മനസ്സിലാക്കുന്ന ഭാഷയിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ട്രാൻസ്ഡക്ഷൻ ആക്കുന്നു. എന്നിട്ട് ന്യൂറോണുകൾ ഇങ്ങനെ പോയിട്ട് തലച്ചോറിലെത്തിയിട്ട് ട്രാൻസ്മിഷൻ ചെയ്യുന്നു. അതായത് തലച്ചോറ് ചെയ്യുന്നു, അതിന് കണ്ണിലേക്ക് മെസ്സേജ് കൊടുക്കുന്നു. ഇങ്ങനെ 3 സ്റ്റേജുകളുണ്ട് സെൻസേഷൻ. അപ്പോ ഈ കനൽ ചൂടനുഭവിക്കണമെങ്കിൽ കനല് തൊടുക എന്ന പ്രോസസ്, അതായത് സ്റ്റിമുലസ് നമ്മളെ റിസീവ് ചെയ്യുക എന്നത് ഒന്നത്. 2 റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ട്രാൻസ്ഡക്ട് ചെയ്യണം. അതായത് ന്യൂറോണ് മനസ്സിലാകുന്ന രൂപത്തിൽ അതിനെ മാറ്റിയെടുക്കണം. എന്നിട്ട് പിന്നെ തലച്ചോറിലേക്ക് ട്രാൻസ്മിഷൻ. ഈ 3 കാര്യം സെൻസറി സെൽസ് റിസീവ് ദ ഫിസിക്കൽ എനർജിയിലേക്ക് പുറത്തുള്ള ചൂട്, വെളിച്ചം, ചൂടൊക്കെ സെൻസറി ഓർഗാൻസ് കണ്ണ്, ചെവി, മൂക്ക് മനസ്സിലാക്കും. എന്നിട്ട് ട്രാൻസ്മിഷൻ നടക്കും. അതായത് ബ്രെയിൻ കനോട്ട് സ്പീക്ക് ലൈറ്റ് ഓർ ഹീറ്റ് ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ എന്താ ചെയ്യുക? ഇതിനെ ഫിസിക്കൽ എനർജിയെ ഇലക്ട്രിക് ഇമ്പൾസുകളായി മാറ്റും. അതായത് ബ്രെയിൻ മനസ്സിലാക്കുന്ന മാറ്റും. അതാണ് ന്യൂറോണുകൾ നടക്കുന്നത്. എന്നിട്ട് ഈ സിഗ്നലുകളെ നമ്മുടെ ശരീരത്തിൽ ട്രാൻസ്മിറ്റ് നടക്കും. ഇങ്ങനെ 3 പ്രോസസ് നടക്കുന്നത്. അതാണ് പുറത്തുള്ള സ്റ്റിമുലസ്. ലൈറ്റ് ആകട്ടെ, സൗണ്ട് ആകട്ടെ, സ്മെൽ ആകട്ടെ. ലൈറ്റ് ആകുമ്പോ കണ്ണ്, സൗണ്ട് ആകുമ്പോ ചെവി, സ്മെൽ ആകുമ്പോ മൂക്ക്. അല്ലെ? ഈ ഇന്ദ്രിയങ്ങളിലൂടെ ആ പുറത്തുള്ള സ്റ്റിമുലസ് അത് കണ്ണിലൂടെ, ചെവിയിലൂടെ, മൂക്കിലൂടെ ന്യൂറോൺ ഇമ്പൾസുകളായി, അതായത് ഫിസിക്കൽ എനർജിയെ ശരീരത്തിന് ബ്രെയിനിന് മനസ്സിലാക്കുന്ന രീതിയിലേക്ക് ഇലക്ട്രിക് ഇമ്പൾസുകളായി മാറ്റുന്നു. ന്യൂറോണിന്റെ ഭാഷയിലേക്ക് മാറ്റുന്നു. എന്നിട്ട് ബ്രെയിനിലേക്ക് എത്തുന്നു. അതായത് വിഷ്വൽ, ഓഡിറ്ററി, ഒപ്റ്റാമെട്രി ഏരിയ, ബ്രെയിനിന്റെ ഓരോ ഏരിയകളാണ്. വിഷ്വൽ കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ ബ്രെയിൻ ഭാഗമുണ്ട്. ഓഡിറ്ററി കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ വേറെ ഭാഗമുണ്ട്. ഒപ്റ്റാമെട്രി എന്ന സ്മെല്ല് ബ്രെയിനിന്റെ എല്ലാ സ്പെസിഫിക് ആയ ഏരിയകളാണ്. അപ്പോൾ അനലൈസ് ചെയ്തിട്ട് ഈ പറഞ്ഞ കണ്ണിനെ കാണുന്നത്.
അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്. അപ്പോൾ സെൻസേഷൻ എന്താണ് പെർസെപ്ഷന്റെ മുമ്പ് നടക്കുന്നത്. സെൻസേഷൻ എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് പുറത്തുള്ള കാര്യങ്ങളെ സെൻസ് ചെയ്ത് ശരീരത്തിന്റെ മനസ്സിലാക്കിയെടുക്കുന്ന ആദ്യം അതിൽ 3 സ്റ്റേജുള്ളത്. ഒന്ന് റിസീവ് ചെയ്യണം, 2 അത് ബ്രെയിനിന് മനസ്സിലാക്കുന്ന ഭാഷയിലേക്ക് ട്രാൻസ്ലെക്ട് ചെയ്യണം, 3 അത് ന്യൂറോണിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യണം. ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രെയിനെ അനലൈസ് ചെയ്യുന്ന പരിസ്ഥിതി ക്ലിയർ ആയി. സെൻസേഷൻ വേണം, അങ്ങനെയാണ് പെർസെപ്ഷൻ നടക്കുന്നത്. ഈ സെൻസേഷൻ ആയാലും പെർസെപ്ഷൻ ആയാലും വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് അറ്റൻഷൻ എന്നുള്ളത്. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റാണ് അറ്റൻഷൻ. എന്താ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ? നേരത്തെ പറഞ്ഞു, റോഡ് കിടക്കുന്ന സമയത്ത് നമ്മൾ വേറെ ഫോൺ ചെയ്തിരുന്നു കഴിഞ്ഞാൽ അപകടം വരാൻ സാധ്യത. കാരണം നമ്മൾ അതിൽ അറ്റൻഡ് ആണ്. അപ്പോ റോഡിൽ ഓടിക്കുന്ന സമയത്ത് വേറൊന്നും ശ്രദ്ധിക്കാതെ സ്പീഡില് വണ്ടി ദൂരം അതൊക്കെ മാത്രം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അതാണ് അറ്റൻഷൻ. അതായത് ചുറ്റുപാടുള്ള പല പല സ്റ്റിമുലസുകൾ, പല വോയിസുകളുണ്ടാകാം, പല ശബ്ദങ്ങളുണ്ടാകാം, പല ആനങ്ങളുണ്ടാകാം, പല പല കാര്യങ്ങളുണ്ട്. അട്രാക്റ്റീവായ പല രംഗങ്ങളും ഇതിലേക്ക് ആയിരക്കണക്കിനായ സ്റ്റിമുലസുകൾ, ശബ്ദങ്ങള്, കഥകള്, രുചികള്, പലതും അതൊക്കെ മാറ്റിയിട്ട് ഇതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന പരിപാടി അറ്റൻഷൻ. അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫിൽട്ടർ ഓഫ് അവർ സെൻസ്, നമ്മുടെ സെൻസിനെ ഫിൽട്ടർ ചെയ്യുക. സെലക്ടിങ് റെലവന്റ് സ്റ്റിമുലി ഫ്രം അതൊന്നും ഫോക്കസ്. ക്ലാസ്സിലിരിക്കുമ്പോൾ നമ്മളിപ്പോ ഓൺലൈൻ ക്ലാസ്സിലിരിക്കുകയാണ്, അടുക്കളയിൽ എന്തോ പൊരിക്കുന്നുണ്ട്, അതിലേക്ക് അപ്പൊ ഇതിലേക്ക് മാത്രം ശ്രദ്ധിക്കുമ്പോഴേ നമുക്ക് ഇത് മനസ്സിലാവുള്ളൂ. അപ്പൊ മറ്റുള്ള കുറെ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഫോക്കസ് ചെയ്യുന്ന പരിപാടികളാണ് അറ്റൻഷൻ. ഈ അറ്റൻഷൻ 2 രീതിയിൽ, അറ്റൻഷൻ 2 ടൈപ്പ്. ഒന്ന് സെലക്റ്റീവ് അറ്റൻഷൻ ഉണ്ട്, 2 സസ്റ്റെയിൻഡ് അറ്റൻഷൻ ഉണ്ട്. അറ്റൻഷൻ എത്ര വിധം? 2 വിധം. സെലക്റ്റീവ്, സസ്റ്റെയിൻഡ്. സെലക്റ്റീവ് എന്ന് പറയുമ്പോൾ എല്ലാം ഒഴിവാക്കി ഒന്നിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യും. അതാണ് സെലക്റ്റീവ് എന്നുള്ളത്. വോയിസ് ക്ലിയർ അല്ല എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആ. നോക്ക്, സെലക്റ്റീവ് അറ്റൻഷൻ എന്ന് പറഞ്ഞാല് മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഒന്നിലേക്ക് മാത്രം നോക്കുന്നതിനെയാണ് സെലക്റ്റീവ് എന്ന് പറഞ്ഞത്. മറ്റു റോഡ് മുറിച്ചെടുക്കുന്ന സമയത്തുള്ള കാര്യം നമ്മൾ പറഞ്ഞല്ലോ അല്ലേ? മറ്റുള്ള എല്ലാം ഉപേക്ഷിച്ചിട്ട് റോട്ടിലേക്ക് മാത്രം നോക്കി വരുന്ന വണ്ടിയും സിഗ്നലിലേക്കുള്ള അഥവാ മറ്റു ഭാഗത്തേക്കുള്ള ദൂരവും മാത്രം ഫോക്കസ് ചെയ്തപ്പോൾ സെലക്റ്റീവ് അറ്റൻഷനാണ്. ഇനിയിപ്പോ നമ്മള് വീടൊക്കെ പണിയെടുത്തവരാണെങ്കിൽ അറിയാൻ പറ്റും. വീട് പണിയൊക്കെ നടക്കുകയാണെങ്കിൽ വീടിന്റെ പെയിന്റ് അടിക്കുന്ന സമയമായി കഴിഞ്ഞാൽ നമ്മൾ പോകുമ്പോൾ റോഡ് സൈഡിൽ കാണുന്ന എല്ലാ വണ്ടിന്റെ പെയിന്റ് ഇങ്ങനെ നോക്കും, ഏത് തരം പെയിന്റ് ആണ് അത്. അപ്പൊ അത് മാത്രം സെലക്ട് ചെയ്യും. പെയിന്റ് അടിക്കുന്നതിന്റെ മുമ്പ് വാതിലും ജനലൊക്കെ വെക്കുന്ന കെട്ടാകുമ്പോൾ വാതിലിന് ജനലിന് ഏത് ഡിസൈന് വേണമെന്ന് ചിന്തിക്കുന്ന സമയമാണെങ്കിൽ വീടിന്റെ പോകുന്ന വാഹനങ്ങളുടെയൊക്കെ ആ ജനലും വാതിലും മാത്രം ഫോക്കസ്, അതിലേക്ക് മാത്രം നമ്മൾ ശ്രദ്ധ പോകും, സെലക്ട് ചെയ്യും. ഇനിയിപ്പോ ഒരു വാഹനം, ഒരു വണ്ടി എടുക്കാൻ തീരുമാനിച്ച ഒരാളെ വിചാരിക്കാം, ഒരു നാട്ടിലൊരു വണ്ടിന്റെ പേര് പറയാം, അങ്ങനെ ഒരു വണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾ കാണുന്ന മുഴുവൻ ആ വണ്ടി ആയിരിക്കും, ആ കാറായിരിക്കും. കാരണം നമ്മളെ ശ്രദ്ധ അങ്ങോട്ടാ പോകുന്നത്. അപ്പൊ നമുക്ക് എന്താ വേണ്ടെങ്കിൽ അതിനെ മാത്രം സെലക്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് സെലക്ഷൻ. അത് സെലക്ട് ചെയ്ത് അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക, കേൾക്കുക, കാണുക, സെലക്റ്റീവ് അറ്റൻഷൻ. ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ വളരെ പ്രധാനമാണ്. അതുണ്ടെങ്കിലേ നമുക്ക് ക്ലാസ് മനസ്സിലാവുള്ളൂ. നമ്മൾ ക്ലാസ്സിലിരിക്കും, എന്നിട്ട് പിന്നെ പലതും കേൾക്കും, പലതും ആലോചിക്കും. അപ്പൊ അയാൾ അങ്ങനെ ക്ലാസ് എടുക്കും, നമുക്കൊന്നും മനസ്സിലാവില്ല. ഇതാണ് സെലക്റ്റീവ് അറ്റൻഷന്റെ പ്രത്യേകത. ഓക്കെ, അപ്പോ ഭയങ്കര ശബ്ദമുള്ള സ്ഥലത്തും എന്റെ ഫ്രണ്ടിന്റെ ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റുന്ന എപ്പോഴാണ്? ഞാൻ അതിലേക്ക് ശ്രദ്ധിക്കുമ്പോഴാണ്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അതിനെ മാത്രം കിട്ടും, നമുക്ക് ബാക്കിയുള്ളൊക്കെ ഒഴിവാക്കാൻ പറ്റും. അതാണ് സെലക്ട്. മറ്റൊരു അറ്റൻഷൻ എന്ന് വെച്ചാൽ സസ്റ്റെയിൻഡ് അറ്റൻഷൻ. അതായത് ഒന്നിലേക്ക് ശ്രദ്ധിച്ച് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. ചില ആൾക്കാർ ടി വി കാണാനിരുന്ന് കഴിഞ്ഞാലേ ഒരു സിനിമ കാണാൻ തുടങ്ങിയാൽ പിന്നെ വേറെ ഒന്നും അറിയില്ല. അവിടെ എന്തു തന്നെ സംഭവിച്ചാലും അയാൾ അറിയില്ല, അതിലേക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്യും. പലപ്പോഴും നമുക്ക് ഉണ്ടാവും, പ്രയറിനൊക്കെ കയറിയാൽ, നിസ്കരിക്കാനൊക്കെ കയറിയാൽ അതിന്റെ അവസാനം വരെ ശ്രദ്ധ ഇല്ലെങ്കിൽ കുറെ നേരമൊക്കെ സസ്റ്റെയിൻ ആവാൻ പറ്റും.
ചെറിയ കുട്ടികൾക്ക് തീരെ ഉണ്ടാവില്ല അത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ എന്താ പറയാ, റീൽസ് ഒക്കെ കാണുന്നവർക്ക്. കാരണം റീൽസ് കാണുന്നവരെന്താണ് ഫുൾ ടൈം ഇങ്ങനെ ശ്രദ്ധ ഒന്ന് കഴിയുമ്പോഴേക്കും ഒന്നും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സസ്റ്റൈൻഡ് അറ്റൻഷൻ ഉണ്ടാവില്ല. അപ്പോൾ അറ്റൻഷൻ രണ്ട് വിധമുണ്ട്. സെലക്റ്റീവ് അറ്റൻഷൻ ഉണ്ട്, സസ്റ്റൈൻഡ് അറ്റൻഷൻ ഉണ്ട്. സെലക്റ്റീവ് അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ച് മറ്റുള്ളതൊക്കെ ഇഗ്നോർ ചെയ്യുക. സസ്റ്റൈൻഡ് അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതിനെയാണോ ശ്രദ്ധിക്കുന്നതെങ്കിൽ അതിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. അത് തന്നെ കുറേ നേരം, ചിലപ്പോൾ 15 മിനിറ്റ്, 20 മിനിറ്റ്, 3/4 മണിക്കൂർ, 1 മണിക്കൂർ. അതുകൊണ്ടാണ് പലപ്പോഴും സ്കൂളിലൊക്കെ പീരീഡ് 40 മിനിറ്റ് ചെയ്യുമ്പോൾ ക്ലോസ് ചെയ്യുന്നത്. കാരണം അതിലധികം ഒന്നും നമുക്കൊരു വിഷയത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ റഡാർ ഓപ്പറേറ്റേഴ്സ് ഒക്കെ അവരൊക്കെ എന്ത് ചെയ്യും, കാര്യമായിട്ട് അത് ശ്രദ്ധിക്കും. ഈ രീതിയിലും ശ്രദ്ധിക്കേണ്ട കുറച്ച് നിയമങ്ങളാണ്. നേരത്തെ നമ്മൾ പഠിച്ചു. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെലക്ഷൻ നടക്കുന്നുണ്ട്, എന്നിട്ട് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് ബ്രെയിനിന്റെ ഉള്ളിലെത്തി ഇന്റർപ്രിറ്റേഷൻ നടക്കുന്നതല്ലേ. ആ ഓർഗനൈസ് എന്ന് പറയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ നമുക്ക് ജസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾസ് എന്ന സാധനം പഠിക്കാണ്ട്. അതായത് നമ്മൾ പെർസെപ്ഷൻ നടക്കുമ്പോൾ രണ്ടാമത്തെ ഘട്ടമായ ഓർഗനൈസേഷൻ എന്നുള്ളത് അത് ബന്ധപ്പെട്ടുകൊണ്ട് ജസ്റ്റാൾട്ട് കുറച്ച് ഏരിയ അതാണ് അതായത് സൈക്കോളജിയുടെ ഡെവലപ്മെന്റ് ഇങ്ങനെ പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാനുള്ളത് സൈക്കോ ഡൈനാമിക് തിയറി അല്ലെങ്കിൽ സൈക്കോ അനലിറ്റിക്കൽ തിയറി എന്ന് പറയും. ഫ്രൂയിഡിന്റെ തിയറിയാണ്. അതിനുശേഷം പിന്നെ ബിഹേവിയറിസ്റ്റ് തിയറികൾ, ജെബി വാട്സനും സ്കിന്നറും തോണ്ടേക്കൊക്കെ. അതിനുശേഷം പിന്നെ വരുന്ന ഒരു തിയറിയാണ് ജസ്റ്റാൾട്ട്. ജസ്റ്റാൾട്ട് എന്ന് പറയുമ്പോൾ ജർമ്മൻ സൈക്കോളജിസ്റ്റുകളുടെ 1940 അഥവാ 20-ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു കാഴ്ചപ്പാട് വരുന്നത്. 3 ആൾക്കാരാണ് ഇതിന് പിന്നിലുള്ളത്. അതിനെക്കുറിച്ച് ജസ്റ്റാൾട്ട് എന്ന് പറഞ്ഞ ആശയം ഇത്രയേ ഉള്ളൂ. ഇത് ഇങ്ങനെ മനസ്സിലാക്കി നമുക്ക്. ഓക്കെ, ഈ ചിത്രം നോക്ക് നിങ്ങൾ. എന്താണ് ചിത്രത്തിൽ കാണുന്നത്? എന്താ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? ആരെങ്കിലും പറഞ്ഞേ, എന്താ ഉള്ളത്? ഒന്ന് ടൈപ്പ് ചെയ്യൂ. നിങ്ങൾ എന്താണ് ചിത്രത്തിൽ കാണുന്നത്? ഹലോ, നോ വൺ? എന്താണ് ചിത്രത്തിൽ കാണുന്നത്? ഒന്നും കാണുന്നില്ലേ? യെസ്, പറഞ്ഞു. ഫോറസ്റ്റ് ആണ് കാണുന്നത്. അതേ ഉള്ളൂ. കാടിൽ 2 കുതിര സവാരിക്കാരി വരുന്നുണ്ട്. അതിലേക്ക് ഇങ്ങനെ ശരിക്ക് തുറിച്ച് നോക്കുമ്പോൾ മുഖങ്ങൾ കാണുന്നുണ്ട് അല്ലേ? യെസ്, 13 മുഖങ്ങളുണ്ട്. 13 ഹ്യൂമൻ ഫേസസ് ഉണ്ട് ഇതിൽ. കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ 13 ഫേസസിനെ ഓരോന്ന് എടുത്തു കഴിഞ്ഞാൽ ഓരോ ഫേസ് ആണ്. പക്ഷെ അതെല്ലാം ക്രമീകരിച്ച് കൂടി ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ എന്തായി? ഒരു ഫോറസ്റ്റ് ആയി. ഇതാണ്. അപ്പോൾ അത് ഒരാശയം പഠിക്കാം ഇതിലെ. അപ്പൊ ജസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾ, ജസ്റ്റാൾട്ട് തിയറിറ്റിയിൽ പറയുന്ന 6 പ്രിൻസിപ്പിളാണ് ഇതിലുള്ളത്. അവർ പറയുന്നത് വെച്ചാൽ അവരുടെ 6 പ്രിൻസിപ്പിൾ: 1 ഫിഗർ ഗ്രൗണ്ട് പെർസെപ്ഷൻ എന്ന് പറയും, 2 ലോ ഓഫ് പ്രോക്സിമിറ്റി, 3 ലോ ഓഫ് സിമിലാരിറ്റി. അപ്പോൾ ജസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് ആയ വർത്തീമർ, കാഫ്കെ, ഇങ്ങനെ 3 ആൾക്കാരാണ് ഉള്ളത് കേട്ടോ. അവര് പറയുന്ന വെച്ചാല് അവരുടെ ആ തിയറി അനുസരിച്ച് 6 പ്രിൻസിപ്പിൾ ഉണ്ട്. അതിൽ 1 ഫിഗർ ഗ്രൗണ്ട്, 2 ലോ ഓഫ് പ്രോക്സിമിറ്റി, 3 ലോ ഓഫ് സിമിലാരിറ്റി. അതിൽ ഫിഗർ ഗ്രൗണ്ട് നമുക്ക് പഠിക്കാം. അതായത് ഈ ചിത്രം നോക്ക്. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, നമ്മൾ ഏതിനെയാണോ സെലക്ട് ചെയ്ത് നോക്കുന്നതെങ്കിൽ അതിൽ കാണാൻ പറ്റും. അപ്പൊ മറ്റത് ബാക്ക്ഗ്രൗണ്ട് ആവും. ഇതിൽ 2 മനുഷ്യന്മാർ നിൽക്കണായിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് വെച്ചിട്ട് കറുത്തിട്ട് 2 ആൾക്കാർ ഇങ്ങനെ അല്ലെ. അതിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ആ വെള്ള എന്നത് ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പൊ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടില് മുന്നിൽ 2 ഫിഗർ ഗ്രൗണ്ട് പെർസെപ്ഷൻ. കറുത്ത 2 ഫിഗറുകൾ, 2 ഫേസുകൾ സംസാരിക്കുന്നതായിട്ട് മനുഷ്യന്മാർ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിക്കണായിട്ട് നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, ഫിഗർ ഗ്രൗണ്ട്. അപ്പൊ ഒരു സാധനത്തെ നമ്മൾ ഫിഗർ ആക്കി എടുക്കുമ്പോൾ മറ്റത് ഗ്രൗണ്ട് ആയി പോകുന്നു. ഇങ്ങനെ സത്യത്തിൽ അതാണോ? തോന്നിയേക്കാം. എന്നാ നേരെ മറിച്ച് ഇങ്ങനെ എടുത്ത് നോക്ക്. നമ്മൾ ചെസ് കളിക്കുമ്പോൾ തേരും മന്ത്രിയൊക്കെ ഉണ്ടാവില്ലേ? രാജ്ഞി രാജാവും തേരൊക്കെ.
അതെടുത്ത് നോക്ക്, അതിനെ മാത്രം നോക്ക്, 3 ചെസ്സിൽ 3 സാധനങ്ങൾ കാണുന്നു. അത് നമ്മൾ ഫിഗർ ആക്കി എടുക്കുമ്പോ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടായി, കറുത്ത ബാക്ക്ഗ്രൗണ്ടിൽ 3 വെള്ളകൾ, അതായത് ചെസ്സിൽ കാണുന്ന ഒരു മന്ത്രിയും 2 തേരുകളും. ഫിഗർ ഗ്രൗണ്ട് പെർസെപ്ഷൻ. നമുക്ക് പെർസെപ്ഷൻ നടക്കുമ്പോൾ ഇങ്ങനെ നടക്കാം. ഒന്നിനെ ഫോക്കസ് ചെയ്യുമ്പോൾ മറ്റത് ബാക്ക്ഗ്രൗണ്ട് ആവുന്നു, മറ്റതിനെ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഇത് ബാക്ക്ഗ്രൗണ്ട് ആവുന്നു. ഇതൊരു പ്രിൻസിപ്പിളാണ്. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ലോ ഓഫ് പ്രോക്സിമിറ്റി. ഇവർ പറയുന്ന മറ്റൊരു പ്രിൻസിപ്പിളാണ് ലോ ഓഫ് പ്രോക്സിമിറ്റി. ഇത് നോക്ക് നിങ്ങൾ, കുറേ വട്ടുകളിലെ 1 2 3. ഇതിപ്പോ നോക്കിയാൽ ആദ്യം ഒരു സെറ്റ് 6 വീതമുള്ള ഒരു സെറ്റ്, പിന്നെ 2 വീതമുള്ള സെറ്റായിട്ടാണ് കാണുന്നത്. അടുത്ത് നിൽക്കുന്ന ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് കാണുന്നത് അതിന് ത്വര നമുക്കുണ്ട്. ഈ ആദ്യത്തെ സെറ്റിലുള്ളത് ഓരോന്നും അടുത്തടുത്ത് നിൽക്കുന്നതിന് അതിന് മൊത്തം ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ കാണുന്നു. പ്രോക്സിമിറ്റി, അടുപ്പമുള്ളതിനൊക്കെ ഒന്നായി കാണുന്നു. രണ്ടാമത്തെ സെറ്റിലേക്ക് 2 ഒരു സെറ്റും, വേറെ 2 വേറെ സെറ്റും, വേറെ 2 വേറെ സെറ്റും. സത്യത്തിൽ ആദ്യത്തെ സെറ്റിലുള്ള 6 വട്ട് പോലെ തന്നെയാണ് പിന്നെയുള്ളത്. പക്ഷേ നമ്മളെ ആദ്യത്തതുപോലെ രണ്ടാമത്തിനെ കാണുന്നില്ല. കാരണം എന്താ? അടുത്തു നിൽക്കുന്നതിനെ ഒന്നായി കാണുന്ന ഒരു ത്വര നമുക്കുണ്ട്, മനുഷ്യനുണ്ട്. അതായത് ലോ ഓഫ് പ്രോക്സിമിറ്റി. അടുത്തു നിൽക്കുന്നതൊക്കെ ഒന്നായിട്ട് കാണാം. തിങ്ക് ക്ലോസ് ടുഗദർ ആർ സീൻ ആസ് എ ഗ്രൂപ്പ്. ആദ്യത്തെ ഒരു സെറ്റ്, പിന്നെ 3 സെറ്റ്, ഈ രണ്ട് വിധമുള്ള. സത്യത്തിൽ ആദ്യത്തെ 6 പോലെയാണ് ഇവിടെ ഉള്ളത്. പക്ഷെ അതിനെ വേറെയും ഇതിനെ ഓരോന്നിട്ട് കാണുന്ന ഒരു സംഭവം നമുക്കുണ്ട്, നമ്മളെ പെർസെപ്ഷനിലുണ്ട്. അതാണ് ഒരു തിയറി. അപ്പോൾ നമ്മൾ ഓർഗനൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഫിഗർ ഗ്രൗണ്ട് പെർസെപ്ഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്, ലോ പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഇനി മൂന്നാമത്തെ ലോ ഓഫ് സിമിലാരിറ്റി. ഇതിലേക്ക് നോക്കൂ നിങ്ങൾ. ഇതിപ്പോ കുറെ റൗണ്ടുകളാണ്, പക്ഷെ എന്താണ്? കറുത്ത 3 വെയിറ്റും അല്ലേ? സിമിലർ ആയ സാധനം, അടുത്തല്ല, സിമിലർ ആയ സാധനത്തെ ഒരു സെറ്റായിട്ട് കാണാനുള്ള പ്രതിഭാസം നമുക്ക്, അങ്ങനെ ഒരു ത്വര നമുക്കുണ്ട്. അപ്പൊ 3 കറുത്ത ലൈനുകളും 3 വെളുത്ത ലൈനുകളും, അങ്ങനെ നമ്മൾ പറയാം. പൊതുവേ മനുഷ്യൻ അങ്ങനെ കാണുക. പക്ഷെ ഇപ്പൊ കറുപ്പും വെളുപ്പിന്റെ അടിയിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിലും 3 കറുത്ത ലൈനുകളും 3 വെളുത്ത ലൈനുകൾ എന്ന് പറയും. ഒരേ കളറിലുള്ള, ഒരേ രൂപത്തിലുള്ള, ഒരേ ഷേപ്പിലുള്ള സാധനങ്ങൾ ഒന്നായി കാണുന്ന ഒരു പ്രതിഭാസം നമുക്കുണ്ട്. ഇപ്പോ ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയാൽ, ക്രിക്കറ്റ് ടീം ഇറങ്ങിക്കഴിഞ്ഞാൽ 11 ആൾക്കാർ 11 ഉണ്ടാവും. ആ നീല ഒരു സെറ്റായിട്ടും മറ്റേ സെറ്റായിട്ടും, അങ്ങനെ ഒരു കളറിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു സെറ്റായി കാണുന്ന പരിപാടി ഉണ്ട്. ലോ ഓഫ് സിമിലാരിറ്റി. സിമിലർ ആയി കാണുന്നത്, അതായത് ഒരുപോലെ കളർ കൊണ്ട്. ഉദാഹരണം ഇതിലിപ്പോ 1 2 3 6 ലൈനുകളാണെന്ന് വിചാരിക്കുക. എന്നാലും നമ്മൾ 3 ബ്ലാക്ക് 3 വൈറ്റ് എന്നേ പറയുള്ളൂ. ഇതൊരു നമ്മളെ കാഴ്ചയിലുള്ള, നമ്മുടെ കാഴ്ച ഓർഗനൈസ് ചെയ്യുന്നിടത്തുള്ള ഒരു റൂളാണ്, ജസ്റ്റാൾട്ട് തിയറി അനുസരിച്ചിട്ടോ. വേറെ 4 കൂടി ഉണ്ട്. ലോ ഓഫ് കണ്ടിന്യൂറ്റി. മറ്റൊരു നമ്മുടെ പ്രൊഫസർ കുറെ പുള്ളികളുണ്ട് ഇങ്ങനെ വിചാരിക്കുക. പുള്ളി 1 2 3 4 പുള്ളികൾ ഇങ്ങനെ, അത് പുള്ളികളായി കാണുന്ന, അതെല്ലാം കൂടി ലൈൻ കാണുന്ന പരിപാടി നോക്ക്. എത്ര ഡോട്ടുകളാണ്? ഡോട്ട് ഇട്ട് നമ്മൾ കാണുമ്പോഴാണ് ലൈനായിട്ട്. ഡോട്ടിനേക്കാൾ പ്രാധാന്യം ഒരു കണ്ടിന്യൂറ്റിയാണ്. നമ്മുടെ കാഴ്ചയുടെ ഒരു രീതിയാണ് എന്ത്? ഡോട്ട് കാണുന്നതിന് പകരം അതൊക്കെ ഒരു വളഞ്ഞ ലൈനായിട്ട് കാണാം. ലോ ഓഫ് കണ്ടിന്യൂറ്റി, അതായത് സ്മൂത്ത് ട്രാൻസിഷൻ നമ്മൾ കാണും. ഒരു സ്മൂത്ത് കണ്ടിന്യൂസ് നമുക്ക് കാണാം. അത് ഒരു ലൈൻ ആണെന്ന അത് നമ്മൾ ഇനി നോക്ക്. ലോ മോഷൻ. ഇപ്പൊ അവിടെ ഉണ്ടല്ലേ ഈ ഒരു ജീവിയുടെ രൂപം, അതിലെ ലൈന് അല്ല, ബ്രോക്കൺ ലൈനുകളാണത്. പക്ഷെ ബ്രോക്കൺ ലൈൻ അല്ല, അതിന്റെ കംപ്ലീറ്റ് പിക്ചർ നമുക്കുണ്ട്. അതാണ് ക്ലോസർ എന്ന് പറഞ്ഞത്. ഇൻക്രീറ്റ് ആയ പലപ്പോഴും എടുക്കണം. അതായത് ഗ്യാപ്പിനെ
ചെറു കാണാനുള്ള ഒരു വിഭാസം നമ്മുടെ അവിടെ ശരിക്കും കാണുന്നു. അടുത്തൊരു ആണ് അത് ഗുഡ് ഫോം എന്നാണ് ജസ്റ്റാൾട്ട് ലാംഗ്വേജ്. ജസ്റ്റാൾട്ട് എന്ന് ജർമ്മൻ ലാംഗ്വേജ് ആണ്. രൂപം അതായത് സിമ്പിൾ കൊണ്ടുവരുന്ന വളരെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു രീതി, ഒരു ഒരു നമ്മുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒളിമ്പിക്സ് എന്ന് പറയും. അത് ഒളിമ്പിക് സിമ്പിൾ ആണല്ലോ എന്ന് പറയും. അത് സിമ്പിൾ ആണ്. റൗണ്ട്, ബ്ലാക്ക് റൗണ്ട്, ബ്ലൂ, യെല്ലോ, ഗ്രീൻ റൗണ്ട് എന്ന് വിശദീകരിക്കുന്നതിന് പകരം അതെല്ലാം കൂടി വേദികളുള്ള മേഘങ്ങൾ ഒരേ അതൊക്കെ ഒരു ഇതിന്റെ പേരാണ് കോമൺ ഫെയ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ആ തിയറിയുമായി ബന്ധപ്പെട്ട് ജസ്റ്റാൾട്ട് തിയറിയിൽ പഠിക്കാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട സാധനമാണ്. ജസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് ഈ വലിയ ആ ഫോറസ്റ്റ് എന്ന സാധനം, ആ ഫോറസ്റ്റിലെ ഓരോന്ന് എടുത്തു കഴിഞ്ഞാൽ അത് വ്യത്യസ്തമാണ്. അതെല്ലാം ഒരുമിച്ച് കൂട്ടിയാലും അതാവില്ല. പിന്നെ നമ്മൾ മൊത്തത്തിലൊരു കാര്യം മനസ്സിലാക്കുകയും ചെയ്യും. അതാണ് ജസ്റ്റാൾട്ട് എന്ന്. കംപ്ലീറ്റ് പിക്ചർ. അത് പാർട്ട് ഈസ് നോട്ട് കംപ്ലീറ്റ്, കംപ്ലീറ്റ് ഈസ് നോട്ട് പാർട്ട് എന്ന ഒരു സാധനങ്ങൾ മെറ്റീരിയൽ കാണാൻ പറ്റും. അതിന്റെ വിശദീകരണമാണ് ഓരോ റൂളുകളാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ഫിഗർ ഗ്രൗണ്ട് പെർസെപ്ഷൻ, ലോ ഓഫ് പ്രോക്സിമിറ്റി, ലോ ഓഫ് സിമിലാരിറ്റി, ഇങ്ങനെ പറഞ്ഞ കുറെ സാധനങ്ങൾ, 7 സാധനങ്ങൾ ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ പഠിക്കാനുള്ളത് മറ്റൊരു കോൺസെപ്റ്റ് ആണ് പെർസെപ്ഷൽ കൺസിസ്റ്റൻസി എന്ന് പറയും. നമ്മൾ ഏതൊരു സാധനം കണ്ടാലും, ഏതൊരു സാധനം കേട്ടാലും, സ്മെല്ല് ചെയ്താലും അത് കുറച്ച് നേരം നമ്മുടെ ബ്രെയിനിൽ, നമ്മുടെ ഓർമ്മയിൽ, നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവും. അതാണ് കൺസിസ്റ്റൻസി എന്ന്. അതായത് ഈ ലോകത്തുള്ള എല്ലാ സാധനവും മാറിക്കൊണ്ടിരിക്കുന്നത്, മാറ്റത്തിന് വിധേയമാണ്. പക്ഷെ എന്നാലും നമുക്കത് ഒരുപോലെ കാണുന്നത്, ഇന്നലെ കണ്ട മല ഇന്നും ഒരുപോലെ തോന്നുന്നതിന് കാരണം നമ്മുടെ ബ്രെയിനിന് അത് കീപ്പ് ചെയ്യാൻ, അത് അങ്ങനെയാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അതിന്റെ പേരാണ് കൺസിസ്റ്റൻസി എന്ന്. അതായത് എബിലിറ്റി ടു പെർസീവ് ഒബ്ജക്റ്റ് ആസ് കോൺസ്റ്റന്റ് ഡിസ്പൈറ്റ് ചേഞ്ചസ്. മാറ്റങ്ങളുണ്ട്, വലിയ വലിയ മാറ്റങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്, എങ്കിലും അതിനെ അതായിട്ട് കാണാനുള്ളൊരു കഴിവ്. ഉദാഹരണം, ഒരു കുഞ്ഞ്, ഒരു ചെറിയ കുട്ടി നമ്മുടെ വീട്ടിൽ ജനിച്ചു വളർന്ന 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, ഇങ്ങനെ ദിവസങ്ങൾ കഴിയുന്നതിന് ഇങ്ങനെ മാറുന്നുണ്ട്. പക്ഷെ മാറ്റം നമുക്ക് തോന്നൂല. നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കള്, ദിവസം അവരിങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്ന് വർഷങ്ങൾ കഴിയുമ്പോൾ വലിയ അതൊരു മാറ്റമായിട്ട് നമുക്ക് തോന്നൂല. കാരണം അത് നമ്മളെ കണ്ണിന്റെ പ്രതിഭാസം. അത് അങ്ങനെ ഇന്നലത്തെ മാറ്റം തന്നെയല്ലെന്നും ഇങ്ങനെ വലിയ മാറ്റം തോന്നിയില്ലല്ലോ എന്ന് പറയും. അതേസമയം 1 മാസോ 2 മാസോ കഴിഞ്ഞു കാണുമ്പോൾ, ഓ വലിയ മാറ്റം വന്നല്ലോ, എന്താ എനിക്ക് പറ്റിയത്,
അസുഖം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയും. അത് നമ്മുടെ ഒരു കണ്ണിന്റെ അല്ലെങ്കിൽ നമ്മുടെ പെർസെപ്ഷന്റെ ഒരു പ്രതിഭാസമാണ്. മാറ്റത്തിന് വിധേയമായാൽ അത് പെട്ടെന്ന് മാറിയതായിട്ട് തോന്നാതെ അതുപോലെ കാണാനുള്ള ഒരു കഴിവ്. പെർസെപ്ഷൻ കൺസീവ് പറഞ്ഞാൽ അത് ഉണ്ടായത് കൊണ്ടാണ് കീപ്സ് അവർ വേൾഡ് സ്റ്റേബിൾ. ഈ ലോകം പെർമനന്റ് ആയിട്ട് വലിയ മാറ്റങ്ങൾ കുട്ടിച്ചോറാകാതെ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. അങ്ങനെ വരുമ്പോൾ 3 രീതിയിലുള്ള കൺസിസ്റ്റൻസികളുണ്ട്. ഒന്ന് സൈസ് കൺസിസ്റ്റൻസി, മറ്റൊന്ന് ഷേപ്പ് കൺസിസ്റ്റൻസി, 3 കളർ അഥവാ ബ്രൈറ്റ്നസ് കൺസിസ്റ്റൻസി. നമ്മുടെ പെർസെപ്ഷനിൽ 3 തരത്തിൽ കൺസിസ്റ്റൻസി ഉണ്ട്. ഒന്ന് സൈസ്, 2 ഷേപ്പ്, 3 കളർ ഓർ ബ്രൈറ്റ്നസ്. അങ്ങനെ പറഞ്ഞാൽ ഇതിലേക്ക് നോക്ക്, ചിത്രത്തിലേക്ക് നോക്ക് നിങ്ങൾ. ഉണ്ടോ? സൂര്യൻ അസ്തമിക്കുന്ന പോലെ നല്ലൊരു സീനറി. ആ സീനറി പുഴയുടെ തടത്തെ തീരത്ത് നിൽക്കുന്ന 4 മനുഷ്യന്മാര്. സത്യത്തിൽ ചെറിയതാണ്, പക്ഷെ നമ്മുടെ കണ്ണിന് എന്താണ്, അത് വലുതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. കാരണം വലിയ ഒരു ചിത്രത്തിനുള്ളിൽ അതിനെ നമ്മൾ വലുതായിട്ട് കാണുന്ന ഒരു സാധനം സൈസ് കൺസിസ്റ്റ് അതാണോ. അപ്പോ സൈസില് മറ്റതിനെ പോലെ അതിന് സമാനമായിട്ട് ആ മനുഷ്യന്മാരെ കാണാനുള്ള ഒരു കഴിവ് നമ്മുടെ കണ്ണിനുണ്ട്. അതിന്റെ പേരാണ് സൈസ് കൺസിസ്റ്റൻസി. ഇനി നോക്ക്, ഒരു ഡോർ. ആ ഡോർ ആദ്യത്തെ ഒരു ഭാഗത്ത് നമ്മൾ ഒരു രൂപത്തിൽ കണ്ടു അല്ലെ. അത് നമ്മൾ ഇങ്ങനെ ഡോറ് തുറന്ന് ഇങ്ങനെ ചെരിച്ച് കൊണ്ടുവന്നപ്പോൾ നമുക്ക് ആ രൂപം മാറുന്നില്ല. അതിന്റെ ആ ഷേപ്പ് ഇങ്ങനെ അതേമാതിരി തന്നെ ആ എന്താ പറയാ സ്ക്വയറിൽ തന്നെ വരുന്നു. അത് നമ്മൾ പതുക്കെ തുറന്ന് കൊണ്ടുവന്നപ്പോഴും നമുക്ക് ആ ചതുരത്തിലുള്ള ആ ഒരു ഫ്രെയിം തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഷേപ്പ് നമ്മളെ കണ്ണിൽ പെട്ടെന്ന് മാറിപ്പോവില്ല. ഷേപ്പ് കൺസിസ്റ്റൻസി എന്ന് പറയാം. അപ്പൊ വാതിൽ തുറക്കാൻ നിൽക്കുമ്പോ തുറന്ന് പോളി ആ ഉണ്ടല്ലോ ആ ഒരു ബ്രൈറ്റ്നസ് കോൺസിസ്റ്റൻസി എന്ന് പറയും. ഇവിടെ നോക്ക്, റോസാപ്പൂ. റോസാപ്പൂലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ റെഡ് കളറായിട്ടാണ് കാണുന്നത് അല്ലെ. ഇവിടെ ഇപ്പൊ നമുക്ക് ചുറ്റുഭാഗത്ത് സൂര്യന്റെ രശ്മികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്, കാറ്റ് വരുന്നുണ്ട്, ഇങ്ങനെ പലത് സംഭവിച്ചാലും വലിയ വലിയ മാറ്റങ്ങൾ അതിന്റെ ചുറ്റുഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് അനുഭവപ്പെടില്ല. കാരണം ആ റോസ് നമ്മുടെ കണ്ണിൽ തറച്ചു അതിങ്ങനെ നിൽക്കണം. മഴ പെയ്താലും അത് അവിടെ ഉണ്ടാവും, മഴത്തുള്ളികൾ വീഴുന്നുണ്ടാവും, വെയിലുണ്ടാവും, കാറ്റുണ്ടാവും, മഞ്ഞുണ്ടാവും, എന്നാലും നമുക്കത് എന്താവും, ആ റോസായിട്ട് അങ്ങനെ നിൽക്കും. അപ്പൊ നമ്മുടെ കണ്ണിൽ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഷേപ്പ്, അതിന്റെ കളറ്, അതിന്റെ സൈസ്, അതൊരു പെർമനന്റ് ആയിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ഇത് നമ്മുടെ പെർസെപ്ഷനുമായി ബന്ധപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. അങ്ങനെ പെർമനന്റ് ആയി തോന്നുന്ന ആ ഫീലിങ്ങിന്റെ പേരാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോ ഈ പറഞ്ഞ പെർസെപ്ഷൻ കൺസിസ്റ്റൻസി 3 തരത്തിലുണ്ട്. സൈസിലുണ്ട്, കളറിലുണ്ട്, ഷേപ്പിലുണ്ട്. അതാണ് ഇപ്പൊ എക്സാമ്പിളിലൂടെ പഠിക്കുന്നത്. നോക്ക്, സൈസ് കൺസിസ്റ്റൻസി. അങ്ങനെ പറഞ്ഞാൽ ഒബ്ജക്ട്സ് അപ്പിയർ സെയിം സൈസ് ഈവൻ വെൻ ഫാർ. അങ്ങ് അകലെ ദൂരെയായിരുന്നു ആ കടൽക്കരയിൽ നിൽക്കുന്ന ഇമേജ് നമ്മൾ കണ്ടത് അല്ലെ. കടലും ആകാശവും പിന്നെ അതൊക്കെ കണ്ടിരുന്നു. അതിന്റെ അടുത്ത് 3-4 മനുഷ്യന്മാർ നിന്നു, പക്ഷെ അതും വലുതായിട്ട് നമുക്ക് തോന്നിയത് എത്രയോ ദൂരെയായിട്ട് നമുക്ക് വലുതായിട്ട് തോന്നും, സൈസിൽ സമാനമായിട്ട് തോന്നി. അതാണ് പറഞ്ഞത്. അതായത് നമ്മുടെ ഒരു ഫ്രണ്ട് ഒരു 5.5 അടിയുള്ള ഒരു സുഹൃത്ത്, അവൻ കുറെ ഒരു 5-6 കിലോമീറ്റർ അപ്പുറത്ത് ഇങ്ങനെ നോക്ക്, 5-6 കിലോമീറ്റർ ഒന്നും വേണ്ട, ഒരു 100-300 മീറ്റർ അപ്പുറത്ത് അവനെ നമുക്ക് കൃത്യമായിട്ട് അവന്റെ നീളതൊക്കെ അറിയുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ദൂരത്ര ഉണ്ടെങ്കിലും അവനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതാണ് അതിന്റെ രീതി. പിന്നെ ഷേപ്പ് കൺസിസ്റ്റൻസി, രൂപം മാറൂല എന്ന് പറഞ്ഞു. അതായത് ഡോർ ഇങ്ങനെ നമ്മൾ അടച്ച് മാറിയിട്ടുണ്ടെങ്കിലും അതിന്റെ ആ രൂപം നമ്മുടെ കണ്ണിൽ ഇങ്ങനെ കൃത്യമായിട്ടുണ്ടാകും. കളർ ബ്രൈറ്റ്നസ്, റോസാപ്പൂ പല സമയങ്ങൾ നോക്കുമ്പോഴും പല ഇതിലാണെങ്കിലും നമുക്ക് റെഡ് ആയിട്ട് തന്നെ കാണാൻ പറ്റുന്നുള്ളൂ. ഈ 3 കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഇനി നമ്മുടെ ഈ പെർസെപ്ഷനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ.
3 കാര്യങ്ങളാണ് ഇതിൽ 4 കാര്യങ്ങളാണ് പ്രധാനം പഠിക്കുന്നത്. നമ്മൾ കാഴ്ച, കേൾക്കുന്ന കാര്യങ്ങൾ, അനുഭവിക്കുന്ന കാര്യങ്ങൾ, ഇതിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഒന്ന് നമ്മുടെ മോട്ടിവേഷൻ, ഇത് വേണോ വേണ്ടേ എന്നത്. ഉദാഹരണം, നല്ലോണം വിശന്നിരിക്കുന്ന ഒരാള്, നല്ലോണം വിശന്നിരിക്കുന്ന ഒരാള് എവിടെയെങ്കിലും ഇങ്ങനെ പോകുമ്പോൾ ഭക്ഷണ സ്മെല്ല് വന്ന് അനുഭവപ്പെടും. കാരണം എന്താണ്? അവന് മോട്ടിവേഷൻ, ആഗ്രഹം, ഭക്ഷണത്തിൽ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണത്തിലേക്ക് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ചെറിയൊരു സ്മെല്ല് വരുമ്പോഴേക്ക് അത് മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെ എവിടെ സ്മെല്ല് ചെയ്യാൻ നമുക്ക് കഴിവുണ്ട്. ഭക്ഷണം സ്വാധീനിക്കുന്ന വലിയ ഘടകമാണ് മോട്ടിവേഷൻ. ക്ലാസ്സിൽ കുട്ടി ക്ലാസ്സിലിരിക്കുമ്പോൾ അവിടെ പറയുന്ന കാര്യം മുഴുവൻ ശ്രദ്ധിക്കും. കാരണം ആഗ്രഹമുള്ള, ആഗ്രഹമില്ലെങ്കിൽ ഒന്നും മനസ്സിലാക്കുക, ആ പറഞ്ഞ എന്താണെന്ന് അയാൾക്ക് തിരിയാനില്ല. അപ്പോ നമ്മുടെ മോട്ടിവേഷൻ എന്നത്, നമ്മുടെ നീഡ് എന്നത് നമ്മുടെ പെർസെപ്ഷൻ സ്വാധീനിക്കും. ഒരു സാധനം വേണം എന്ന് കരുതി മാർക്കറ്റിൽ പോയാൽ നമ്മൾ എവിടെയെങ്കിലും കണ്ടെത്തും. അങ്ങനെ സാധനം അവിടെ ഉണ്ടാവും, പക്ഷെ നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. അതാണ് ഒരു പോയിന്റ്, നമ്മളെ പെർസെപ്ഷനെ സ്വാധീനിക്കുന്ന ഒരു ഘടകം. രണ്ടാമത്തത് പെർസെപ്ഷൻ എക്സ്പെക്ടൻസി എന്ന് പറയും. എക്സ്പെക്ടേഷൻ, പ്രതീക്ഷ. ഉദാഹരണത്തിലേക്ക് നോക്കൂ, നിങ്ങൾ എന്താ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നത്? ഒന്ന് വായിച്ചോളൂ, ഒന്ന് പറഞ്ഞോളൂ. ആരെങ്കിലും ഒരാൾ പറയും, എന്താണിത്? പറയൂ. ഞാൻ വായിക്കല്ലേ, നിങ്ങളില്ലെങ്കിൽ? 12, 13, 14. ഇതെന്താ വായിക്കുക? A, B, C. നേരത്തെ 13 പറഞ്ഞ സാധനം ഇവിടെ ബി ആയി. രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എന്താണ്? 12 ശേഷം 13 ആയിരിക്കും വരിക. അപ്പൊ നമ്മൾ 13 ആയിട്ട് വായിച്ചു. എക്ക് ശേഷം ബി ആയിട്ടാ വരിക, അപ്പൊ നമ്മൾ ബി എന്ന് വായിച്ചു. അപ്പോ എന്താണോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നെങ്കിൽ ആ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ വിലയിരുത്തുക. നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാവും, ഇങ്ങനെയായിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് പല ആൾക്കാരെ അങ്ങനല്ലേ, മുൻധാരണ ഉണ്ടാവും, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുക. ഇതൊരു നമ്മുടെ പെർസെപ്ഷനിലുണ്ടാവും. അപ്പൊ നമ്മളെ പെർസെപ്ഷനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് ഒന്ന് നമ്മുടെ മോട്ടിവേഷൻ, നീഡ്. രണ്ടാമത്തത് എക്സ്പെക്ടേഷൻസ്, പ്രതീക്ഷകൾ. 12ന്റെയും 14ന്റെയും ഇടയിൽ 13 ആയിരിക്കും, നമുക്കറിയാലോ. അപ്പൊ നമ്മൾ 13 വായിച്ചു. എയുടെയും സിയുടെയും ഇടയിൽ ബി ആയിരിക്കും, അപ്പൊ നമ്മൾ ബി ആയിട്ട് വായിച്ചു. സത്യത്തിൽ ഇതും അതും ഒന്ന് തന്നെയാണ്. പക്ഷേ നമ്മുടെ എക്സ്പെക്ടേഷൻ lead us to read as a 13 or here to read as B. ക്ലിയർ ആയോ? അതാണ് എക്സ്പെക്ഷൻ, അതായത് പെർസെപ്ഷൻ എക്സ്പെക്ടൻസി എന്ന് പറഞ്ഞത്. അതായത് അത് അഫക്റ്റ് ഇന്റർപ്രിറ്റേഷൻ. യു സീ വാട്ട് യു എക്സ്പെക്ട് ടു സീ. എന്താണോ കാണണമെന്ന് ആഗ്രഹിച്ചത് അത് നമുക്ക് കാണാൻ പറ്റുക. അതാണ് പലപ്പോഴും നമുക്ക് ദേഷ്യമുള്ള ആൾക്കാരുടെ അടുത്ത് എന്ത് ചെയ്താലും കുറ്റേ കാണുള്ളൂ. ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാർ എന്ത് ചെയ്താലും അതൊരു കുറ്റമായിട്ട് കാണൂല. മരുമോൾ ഉടച്ചത് പൊൻചട്ടിന്ന് ഇട്ടിട്ടില്ലേ, സ്വന്തം മകൾ ഉടച്ചപ്പോ കുഴപ്പം, അത് സാരില്ല, പിന്നെ നമുക്ക് വാങ്ങിയാൽ പോരെ. മരുമോളാണെങ്കിലോ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതെന്ന് പറഞ്ഞ കുറ്റങ്ങൾ കാണും. അടുത്തത് ഇമോഷൻസ്. നമ്മുടെ പെർസെപ്ഷൻ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് ഇമോഷൻസ്, വികാരങ്ങൾ. ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്ത്, സന്തോഷിക്കുന്ന സമയത്ത്, അതിനനുസരിച്ച് നമുക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാവും അല്ലെ. നമ്മൾ ഭയങ്കര എനർജിയും ആവേശവും ഉന്മേഷവും സന്തോഷമൊക്കെയുള്ള സമയത്ത് ഒരു വസ്തുവിനെ നമ്മൾ വളരെ ലൈറ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ട് കാണും. എന്നാൽ അതേസമയം ടെൻസ്ഡ് ആയിരിക്കുന്ന സമയത്തോ കട്ടക്കാലം ഇതന്നെയാണ്, ഇതിങ്ങനെ ആ ഒരു കാര്യനെ നമ്മൾക്ക് അങ്ങനെയും കാണും. അപ്പൊ നമ്മുടെ ഇമോഷൻസ് എന്നുള്ളത് പലപ്പോഴും നമ്മുടെ കാര്യങ്ങൾ കാണുന്നിടത്തും വിലയിരുത്തുന്നിടത്തും സ്വാധീനിക്കുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ,
ഞാൻ അർജന്റീനയുടെ ഫാനാന്ന് വിചാരിക്കുക, കളി കാണാൻ നിൽക്കുന്ന ഞാൻ അർജന്റീന ആണ്. ഇപ്പുറത്ത് എൻ്റെ ഒരു മോനുണ്ട്, പുള്ളിക്ക് ബ്രസീലിനോട് ഭയങ്കര താല്പര്യം. രണ്ടുപേരും റഫറി മര്യാദക്കാണെങ്കിൽ ഇതൊക്കെ അല്ല, അയാള് വിസില് വിളിച്ചാൽ അത് അർജന്റീനക്ക് എതിരായി കഴിഞ്ഞാൽ ഞാൻ പറയാം റഫറി ഒരു സാധനം, അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. കാരണം എന്താ, എന്റെ ആഗ്രഹത്തിന് വിരുദ്ധമായിട്ടാണ് അയാൾ വിസിൽ വിളിച്ചത്. മറ്റവനോ അങ്ങനെ വേണം, അത് കറക്റ്റ് ആണ് വിളിച്ചത് അല്ലെ. കോർട്ടിൽ ഒരു ഫൗളോ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അത് ശരിക്കും പെനാൽറ്റി കിക്ക് എടുക്കേണ്ടതാണെന്ന് ഞാൻ വാദിക്കും. മറ്റവൻ പറയും ഏയ് അങ്ങനെയൊന്നും അല്ല, അത് അവിടെയാണ് ഇങ്ങനെയാണെന്ന് വിചാരിക്കും. അപ്പൊ റഫറിയുടെ കുഴപ്പമില്ല, പക്ഷെ എന്റെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് അർജന്റീനയോട് എനിക്ക് അത്രയും അറ്റാച്ച്മെന്റ് ഉള്ളതുകൊണ്ട് ഇയാൾ പറയുന്ന, അയാൾ എടുക്കുന്ന തീരുമാനം എനിക്ക് താല്പര്യ വിരുദ്ധകൾ അയാൾ മോശമാണ്. നേരെ മറിച്ച് എന്റെ മോനോ അവൻ ഇഷ്ടപ്പെട്ട ബ്രസീലിന് അനുകൂലമാണെങ്കിൽ അയാൾ ഉഷാറാണ്, ബ്രസീലിന് പ്രതികൂലമാണെങ്കിൽ മോശം. അപ്പൊ നമ്മുടെ ഇമോഷൻ അറ്റാച്ച്മെന്റ് പലപ്പോഴും പല കാര്യങ്ങളെയും നമ്മൾ പെർസീവ് ചെയ്യുന്നത് സ്വാധീനിക്കുന്നു. അതല്ലേ ഇന്ത്യയിൽ നടക്കുന്ന പല പ്രശ്നങ്ങളും. എനിക്കത് വളരെ മോശമായിട്ട് തോന്നും, ചില ആൾക്കാർക്ക് അത് അങ്ങനെ വേണം തോന്നും. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ തന്നെയല്ലേ, നമ്മുടെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് പലപ്പോഴും നമ്മുടെ കാര്യങ്ങൾക്കകത്ത് ഒരു ബയാസ്, പക്ഷപാതിത്വം ഉണ്ടാവുന്നത്. അതുപോലെ നമ്മളെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് കൾച്ചർ എന്നുള്ളത്. കൾച്ചർ അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ സംസ്കാരം. നമ്മൾ ഏത് സംസ്കാരത്തിലാണോ പഠിച്ചു വളർന്നത് എങ്കിൽ അത് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളെ കാണുന്നിടത്ത്, ഇവാലുവേറ്റ് ചെയ്യുന്നിടത്ത്, പെർസീവ് ചെയ്യുന്നിടത്ത് സ്വാധീനിക്കും. എക്സാമ്പിൾ ഇതൊക്കെ കണ്ടോ, എന്താ പോയി കാണുന്നത്? നമ്മളെ നാട്ടില് ഒരു കാര്യം ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉഷാറായിട്ട് നമ്മൾ വെരി ഗുഡ്, സൂപ്പർ ആയിട്ട് എന്ന് പറയാം അല്ലെ. കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അടിപൊളി, സൂപ്പർ, വെൽ ഡൺ, ഗ്രേറ്റ് എന്ന് പറയും. പക്ഷെ ഈ സിമ്പിൾ വെസ്റ്റേണേഴ്സിന്റെ അടുത്ത് വളരെ വൃത്തികെട്ട ഒരു സെക്സിനെ സൂചിപ്പിക്കുന്നു. അപ്പൊ അവരെ ഭാഷയിൽ ഇത് വളരെ വൃത്തികെട്ടൊരു സാധനമാണ്. നമ്മളെ ഭാഷയിലോ സൂപ്പർ, ഫെന്റാസ്റ്റിക്, കിടിലൻ, കിടുക്കാച്ചി എന്നൊക്കെ പറയും. അപ്പൊ കൾച്ചറിലെ ഡിഫറൻസ് പലപ്പോഴും കാര്യങ്ങളെ പെർസീവ് ചെയ്യുന്ന വ്യത്യാസം ഉണ്ടാവും. ഇപ്പുറത്ത് നോക്ക്, ഒരു പക്ഷി, എന്തിനു പറയല്, ഒരു പ്രത്യേക ഒരു ഫ്ലമിംഗോ ആണെങ്കിലും എനിക്ക് പേനായിട്ടത് കാണാൻ പറ്റുന്നത്. കാരണം എനിക്ക് പേനായിട്ടാണ് അതിന് കണക്ഷൻ. നമുക്ക് എന്തിനോടാണോ അറ്റാച്ച്മെന്റ് ഉള്ളത്, ഇമോഷണൽ അറ്റാച്ച്മെന്റ്, അതിനനുസരിച്ച് കാര്യങ്ങളെ വിലയിരുത്തും നമ്മൾ. അപ്പം നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെക്ടേഷൻസ്, മോട്ടിവേഷൻസ്, കൾച്ചർ, ഇതൊക്കെ നമ്മുടെ പെർസെപ്ഷനെ നല്ലവണ്ണം സ്വാധീനിക്കുന്നുണ്ട്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അവർ പെർസെപ്ഷൻ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ. സെൻസേഷൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാര്യങ്ങളെ കണ്ട് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തിക്കുന്ന പരിപാടി. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് സെലക്ഷൻ എന്നത്. ആയിരക്കണക്കിന് സ്റ്റിമുലുകൾ ഇവിടെ ഉണ്ടെങ്കിലും ആവശ്യമുള്ളത് മാത്രം ഫോക്കസ് ചെയ്യുന്ന പരിപാടി. അതിനെ നമ്മൾ നമുക്ക് വേണ്ട രീതിയിൽ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകുന്ന പ്രോസസ്സ് ഉണ്ട്. അങ്ങനെ ഓർഗനൈസ് ചെയ്തിട്ട് ഇന്റർപ്രിറ്റേഷൻ നടത്തുമ്പോഴാണ് പെർസെപ്ഷൻ നടക്കുന്നത്. ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ ഈ സെൻസറി ഓർഗാൻസ് ആണ് അതിനെ സ്റ്റിമുലേറ്റ് ഇലക്ട്രിക് വേവ് ആയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ഇമ്പൾസുകളായിട്ട് ബ്രെയിനിലേക്ക് കൊണ്ടുപോകുന്നത്. ബ്രെയിനിൽ എത്തിക്കഴിഞ്ഞാൽ പ്രിയർ എക്സ്പീരിയൻസും പുതിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യും. അതിന് പലപ്പോഴും നമ്മുടെ കൾച്ചറും നമ്മുടെ എക്സ്പെക്ടേഷനും നമ്മുടെ ഇമോഷനും നമ്മുടെ പലതും സ്വാധീനിക്കും. അതാണ് ഇന്റർപ്രിറ്റേഷൻ. അപ്പോൾ സെലക്ഷൻ, ഓർഗനൈസേഷൻ, ഇന്റർപ്രിറ്റേഷൻ എന്നീ 3 പ്രോസസ്സിലൂടെയാണ് പെർസെപ്ഷൻ എന്ന സാധനം നടക്കുന്നത്. ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റാൾട്ട് തിയറിക്കാർ പറഞ്ഞത് അതിൽ പ്രധാനപ്പെട്ട 7 പോയിന്റ് നമ്മൾ പഠിച്ചു. അപ്പോൾ സെൻസേഷൻ എന്ന് പറഞ്ഞാൽ പെർസെപ്ഷന്റെ ഫസ്റ്റ് ഡോറാണ്. സെൻസ് ചെയ്തിട്ടാണ് നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റുള്ളൂ. സെലക്ഷൻ കഴിഞ്ഞ്, ഓർഗനൈസേഷൻ കഴിഞ്ഞ് ഇന്റർപ്രിറ്റേഷൻ, ഇങ്ങനെ 3 സ്റ്റേജിലൂടെയാണ് പെർസെപ്ഷൻ നടക്കുന്നത്. ജസ്റ്റാൾട്ടുകാർ പറഞ്ഞ എന്താ വെച്ചാല് വി പെർസീവ് ദ ഹോൾ റാദർ ദാൻ ജസ്റ്റ് ദ പാർട്സ്. നമ്മൾ കാര്യങ്ങൾ മൊത്തത്തിലാണ് മനസ്സിലാക്കുക, ഓരോന്നായിട്ടല്ല. എക്സാമ്പിൾ, ആ വലിയ മല ഉണ്ടല്ലേ, ഫോറസ്റ്റിനെ ഫോറസ്റ്റ് ആയിട്ട് കണ്ടു. സത്യത്തിൽ അവിടെ 13 മുഖങ്ങളും 2 കുതിരയും ഒരു മനുഷ്യനാണ്. പക്ഷെ അതിനെ പ്രത്യേക രീതിയിൽ ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ 13 മുഖങ്ങളല്ല കണ്ടത്, മറിച്ച് ഒരു ഫോറസ്റ്റ് ആണ് കാണാൻ പറ്റിയത്. കാര്യങ്ങളെ നമ്മൾ മൊത്തത്തിലാണ് മനസ്സിലാക്കുക ചെയ്യുക, ഓരോന്നായിട്ടല്ല. പാർട്ട് കൂട്ടുമ്പോൾ ഒന്നാകുകയല്ല ചെയ്യുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട സാധനം കൺസിസ്റ്റൻസി. നമ്മൾ കാണുന്ന, കേൾക്കുന്ന, അനുഭവിക്കുന്ന സാധനങ്ങൾക്കൊക്കെ ഒരു കൺസിസ്റ്റൻസി ഉണ്ട് എന്നാണ്. അതുപോലെ തന്നെ പെർസെപ്ഷനിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് കാണാൻ സാധിക്കും. അതായത്
ഓരോ വ്യക്തിയും ഓരോ രീതിയിൽ കാര്യങ്ങളെ കണ്ടു മനസ്സിലാക്കുന്നു എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതൊക്കെയാണ് ഇതിൽ പഠിക്കുന്നത്. അറിയേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ: ട്രാൻസ്ഡക്ഷൻ, റാങ്ക്, സെലക്റ്റീവ് അസെഷൻ, പെർസെപ്ഷൻ എക്സ്പെക്ടൻസി. ഒക്കെ നമ്മൾ പഠിച്ചു. ട്രാൻസ്ഡക്ഷൻ എന്ന് പറഞ്ഞാൽ സെൻസ് ഓർഗാനുകൾ അവർക്ക് പറ്റുന്ന രീതിയിലേക്ക് ഫിസിക്കൽ ഇമ്പൾസുകളെ മാറ്റുന്ന രീതി. റാങ്ക് എന്ന് പറയുമ്പോൾ പല ഇമ്പൾസുകളെയും നമ്മൾ ചെറിയ സിമ്പിൾ ആയിട്ട് രീതിയിലേക്ക് മാറ്റുന്ന രീതി. നേരെ ഒളിമ്പിക്സിൻ എന്ന് പറഞ്ഞില്ല. സെലക്റ്റീവ് അറ്റൻഷൻ എന്ന് പറയുമ്പോൾ പല സാധനങ്ങളുണ്ട് ലോകത്ത്, പക്ഷെ അതിലേക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ സെലക്ട് ചെയ്യുന്നു. പെർസെപ്ഷൻ എക്സ്പെക്ടൻസി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് അത് മാത്രം നമ്മൾ കാണുന്നു. 12-ന്റെയും 14-ന്റെ ഇടയിൽ 13 കാണുന്നു, എയുടെയും സിയുടെയും ഇടയിൽ ബിനെ കാണുന്നു. രണ്ടും ഒരേ രൂപത്തിൽ എഴുതിയാൽ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ കാണുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളാണ്. കോൺസെപ്റ്റ് വൈസിൽ സിമ്പിൾ ആണ്, പക്ഷെ മനസ്സിലായില്ലെങ്കിൽ 2-3 പ്രാവശ്യം വായിച്ചാലും ചിലപ്പോൾ മനസ്സിലാവില്ല. ക്ലാസ് നല്ലവണ്ണം കേൾക്കുക. ഇത് നിങ്ങൾക്ക് PG ലെവലിലും പഠിക്കാനുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഇഗ്നോർ ചെയ്യരുത്. വളരെ സിമ്പിളായ കാര്യങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് മെറ്റീരിയൽ വായിക്കുക. നോട്ട്സിൽ ഇതിനേക്കുള്ള ഭംഗിയായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ലിസണിങ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ, ഇല്ലെങ്കിൽ നമുക്കിവിടെ ക്ലോസ് ചെയ്യാം.